ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഘ്നേശ്വരം സുരഗണാർച്ചിതപാദപത്മം ലംബോദരം ഗിരിസുതാതനയം വരണ്യം ശൂലീസുതം ഗണപതിം വിദുമേകദന്തം വന്ദേ ഗജാനനമഹം കരുണാവയോനിധിം. മാതാപിതാ യുവതയസ്തനയാ വിഭൂതി സർവം യദ്ദേന നിയമേന വദന്വയാനാം. ആദ്യസ്യ നക്കുലവതീർവകുലാഭിരാമം ശ്രീമത്തദംഘ്രീകുളം പ്രണമാമി മൂർധന. യോ നിത്യമച്യുതപദാംബുജ യുഗ്മ രുക്മ വ്യോമോഹിതസ്തതിതരാണി തൃണായമേനെ. അസ്മദ്ഗുരോർ ഭഗവതോസ്യ ദയൈക സിന്ധോ രാമാനുജസ്യ ചരണോ ശരണം പ്രപദ്യേ. ലക്ഷ്മീനാഥ സമാരംഭം നാഥ യാമുന മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. രാമാനുജദയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്തദേശികായ നമഃ. കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്ത ഗുരവേ നമഃ. കുങ്കുമാങ്കിതവർണായ കുന്ദേന്ദുധവളായ ച വിഷ്ണുവാഹന നമസ്തുഭ്യം നമസ്തേ പക്ഷിരാജായ തേ നമഃ. യസ്യദ്വിതരവക്ത്രാദ്യപാരിഷാദ്യപരശ്രുതം വിഘ്നം നിഘ്നന്തി സതതം വിക്ഷസ്സേനം തമാശ്രയേ. ദാക്ഷിണ്യരമ്യാഗിരിശസ്യ മൂർത്തി ദേവി സരോജാസന ധർമ്മപത്നി വ്യാസാദയോ വ്യപദേശലേ മാത്രാ സ്ഫുരന്തിയേ സർവശക്തിലേശേ. നേത്രം ഗായത്രമൂജേ ത്രിവിധ ഇതി ച ശിരോ നാമധേയം വിജുംഷി ഛന്ദാംസി അംഗാനി ധിഷ്ണ്യാത്മരജനീ ശഭൈർവിഗ്രഹോ വാമദേവ്യം യസ്യസ്തോഭാത്മനോ അസോ ബൃഹിദരതുരഗരുത്താദൃശാത്മായ പുച്ഛാ സ്വച്ഛന്ത്യം ന പ്രസൂതാം ശ്രുതി ഗതശിഖരാ ദുഷ്ടദാത്മാഗരുത്മാൻ. വാമേ വൈകുണ്ഠശയ്യാ ഭണിപതി കടകോ വാസുകി ബ്രഹ്മസൂത്ര രക്ഷേന്നത്തക്ഷകേന ഗരിതകടിതടച്ചാർക്കാക്കോടഹാര. പത്മം കർണേപസവ്യേ പ്രതിമോപതി മഹാപത്മമന്യത്ര ബിഭ്രച്ചൂടായം ശംഖപാലം ഗുളികമവി ദക്ഷിണേ പക്ഷിമല്ല. ഓം വൈനതയേ നമഃ. ഓം യസ്യദ്വിതരവക്ത്രാദ്യപാരിഷാദ്യപരശ്ചതം വിഘ്നം നിഘ്നന്തി സദ്ദുതം വിക്ഷസ്സേനം തമാശ്രയേ. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതാ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദ്ദലയോ വായുദ്രികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോരുഹകോമളരുചിം. രാമം ഭജേ ശ്യാമളം വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം. അഗ്രേ വാചയതി പ്രഭജ്ഞനസുതോ തത്വം മുനിഭിഃ പരം വ്യാഖ്യാന്തം വരദാദിഭീപരിവൃതം. രാമം ഭജേ ശ്യാമളം സപ്തപ്രാകാരമധ്യേ സരസിജനിലയേ ഭാസമാനേ വിമാനേ കാവേരീ മധ്യദേശേ ശേഷശയ്യാനിഭൂതേ ശയനവരിഗഹതം ഭോഗിമധ്യേ ശയാനം നിദ്രാമുദ്രാഭിരാമം കടിക നികടാശിര പാർശ്വവിന്യസ്തഹസ്തം ചിരദ്രീതപദം പത്മധാത്രീകരാഭ്യം പരിരംഗനാഥം ഭജേഹം. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മരേൽ. ഓം സദ്ഗുരവേ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമദ് വാൽമീകി വിരചിതമായിരിക്കുന്ന രാമായണം ആദ്യ കാവ്യം. ഗായത്രി രാമായണം എന്ന് പേരുകേട്ട ആ രാമായണത്തില് ആരണ്യ കാണ്ഡത്തിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് പാരായണം സമർപ്പിച്ച ഖരപദം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെ വർണ്ണിച്ച് സമർപ്പിച്ചത്. ആരണ്യകാന്ഡം ആരംഭിക്കുന്നത് തന്നെ പ്രവേശിതു ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം. അപ്പൊ തു എന്ന് പറയുമ്പോൾ തത് സവിതു അഞ്ചാമത്തെ അക്ഷരമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം 5000 ശ്ലോകങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. തപസ്വാധ്യായ നിരതം എന്ന് തുടങ്ങുന്ന ആദ്യത്തെ അക്ഷരം തത് സവിതുർവരണ്യം, ആ ഗായത്രി മന്ത്രത്തിന്റെ 24 അക്ഷരങ്ങളെ കൊണ്ടാണ് വാൽമീകി 24,253 ശ്ലോകങ്ങൾ രചിച്ചത്. പാഠഭേദങ്ങൾ പിന്നെയും അതിൽ ഉണ്ടാകാം. അങ്ങനെയുള്ള വാൽമീകി രാമായണം ഇന്ന് 3ാമത് ദിനം 5000-ൽ പരം ശ്ലോകങ്ങളെ നമ്മൾ താണ്ടി കഴിഞ്ഞു. അപ്പോൾ വളരെ വിശേഷപ്പെട്ട വാൽമീകി രാമായണം എപ്പോഴും സൂചിപ്പിക്കുന്നു, നമ്മൾ വേദങ്ങൾക്ക് സമമാണ്. സാധാരണ ഒരു രാമായണം പോലെ എഴുത്തച്ഛനും അതോടൊപ്പം തന്നെ കമ്പരും നിരവധി സജ്ജനങ്ങൾ
3000-ൽ പരം രാമായണങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്നാണ്. പക്ഷെ അതിനൊക്കെ അടിസ്ഥാനമുള്ളത് വാൽമീകി രാമായണമാണ്. അത് എന്തുകൊണ്ടെന്നും നമ്മൾ പറഞ്ഞു. ലവകുശന്മാര് ശ്രീരാമൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, വാൽമീകി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ഇന്ന് നമ്മളത് കേട്ടു, ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് ഓർമ്മയില്ല, ചിത്രകൂടത്തില് എത്തിച്ചേർന്നാണ് ദണ്ഡകാരണ്യം വനവാസത്തിന് പുറപ്പെടുന്ന രാമലക്ഷ്മണ സീത. അവർ 3 പേരും വാൽമീകിയെ കാണുന്നത് ചിത്രകൂടത്തിൽ വെച്ചാണ്. വാൽമീകി രാമായണം രചിക്കുന്നത് കുറെ കൂടി അയോധ്യയ്ക്ക് സമീപമുള്ള തമസ നദിയുടെ തീരത്താണ്. അപ്പൊ അത്തരത്തില് ആ വാൽമീകിയുടെ ആശ്രമത്തില് എത്തിച്ചേർന്ന രാമൻ പിന്നീട് തിരിച്ച് അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന് പിന്നീടും കാലം കൊണ്ട് അവിടെ സീത ഗർഭം ധരിക്കുന്നതും, പിന്നീട് ആ സീതയെ ദേ തമസാ നദിയുടെ തീരത്ത് അവിടെ ലക്ഷ്മണനാൽ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് സീതയെ പരിത്യജിക്കുന്നതുമായ ആ ഉത്തരകാണ്ഡത്തിലെ ഭാഗങ്ങൾ, അവിടെ വെച്ച് സീത 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു. ലവകുശന്മാര് താൻ മനസ്സിലാക്കിയ നാരദ മഹർഷിയിലൂടെ മനസ്സിലാക്കി തൻ്റെ മനസ്സിലെ സംശയത്തെ തീർത്തു. ഇത്രയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ 16 ഗുണങ്ങൾ പൂർത്തിയാക്കിയ ഒരേ ഒരു പുരുഷൻ ആര്? അത് സാക്ഷാൽ രാമചന്ദ്രനാണ് എന്ന് നാരദനിലൂടെ അറിഞ്ഞു. പിന്നീട് ആ മാനിഷാദ എന്ന ശ്ലോകം, വിഖ്യാതമായ ആ ശ്ലോകത്തിന്റെ ഒരു രംഗം, ക്രൗഞ്ചമിഥുനങ്ങളെ ഒരു കാട്ടാളനെ എയ്ത് വീഴ്ത്തുന്ന രംഗത്തിന്റെ ശോകം ഒരു ശ്ലോകമായിട്ട് പുറത്തു വന്നു എന്നാണ് അനുഷ്ടുപ്പ് വൃത്തത്തിൽ, ഛന്ദസ്സിൽ. ആ ശ്ലോകത്തിന്റെ ഛന്ദസ്സിനെ എടുത്തുകൊണ്ട് മഹാകാവ്യം രചിക്കാൻ ബ്രഹ്മദേവനാൽ നിർദ്ദേശം കിട്ടി. അങ്ങനെ രചിച്ച ആ രാമായണത്തെ ലവകുശന്മാരെ തന്നെ പഠിപ്പിച്ചു. അവര് അയോധ്യയിലെ രാമൻ നടത്തുന്ന അശ്വമേധയാഗ വേദിയിൽ എത്തിച്ചേർന്നുകൊണ്ട് രാമന്റെ മുമ്പില് രാമായണത്തെ പാടിക്കേൾപ്പിച്ചു എന്നാണ്. ആ കേട്ട നിമിഷം രാമന് സിംഹാസനത്തിലല്ല ഇരിക്കാൻ തോന്നിയത്, അവിടെ കേട്ടുകൊണ്ടിരുന്ന സജ്ജനങ്ങളുടെ കൂടെ വന്നിരുന്നു കേട്ടു എന്നാണ്. അപ്പൊ അത്തരത്തില് വാൽമീകി എഴുതിയ അതുകൊണ്ടാണ് ഇതിഹാസം എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെടുന്നത്. ആ കഥാപാത്രങ്ങളുമൊക്കെ തൻ്റെ കൺമുന്നിൽ തൻ്റെ ജീവിതകാലത്തിൽ കാണുന്ന ആ ഒരു ഇതിഹാസം, അതിനെ സാക്ഷാൽ രാമൻ തന്നെയാണ് ഇതെന്റെ കഥയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത്. അപ്പൊ ഏത് രാമായണത്തിനും വാൽമീകി രാമായണം കഴിഞ്ഞാണ് നമുക്ക് സ്ഥാനം കൊടുക്കാൻ സാധ്യമാകും ശാസ്ത്ര വഴി നോക്കുമ്പോൾ. പിന്നീടാണ് തമിഴിലേക്ക് അത് കമ്പര് കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞു, എഴുത്തച്ഛൻ അത് തമിഴ്നാട്ടിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം വേദപഠനമൊക്കെ പൂർത്തിയാക്കിയത്. അപ്പൊ എഴുത്തച്ഛനില് ഈ കമ്പരാമായണത്തിന്റെ സ്വാധീനം കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കമ്പരാമായണത്തിലെ കമ്പര് നമ്മൾ സൂചിപ്പിച്ചു, അവിടെ ഭഗവാനും അതോടൊപ്പം തന്നെ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാര് ശംഖും ചക്രവും അതോടൊപ്പം തന്നെ ശേഷനും ഒക്കെയാണ് എന്ന് വാൽമീകി രാമായണം കമ്പരാമായണത്തിൽ സൂചിപ്പിക്കുന്നെങ്കിൽ വാൽമീകി രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഇന്നലെ അത് പറഞ്ഞു, ഇന്നലത്തെ 2ാമത് ദിനം ശത്രുഘ്നോ നിത്യശത്രുഘ്നഃ എന്ന് പറഞ്ഞാണ് ശ്ലോകം ആരംഭിക്കുന്നത്. അപ്പോ ശത്രുഘ്നൻ ആരാണ് എന്ന് പറഞ്ഞു, ഭഗവാന്റെ ദാസന്റെ ദാസൻ, ദാസന് കൈങ്കര്യം ചെയ്യുന്ന, ദാസന് സേവ ചെയ്യുന്ന ദാസൻ. ഭഗവാനേക്കാൾ പ്രാധാന്യം ഭഗവാന്റെ ഭക്തന് കൊടുക്കുന്ന ഉത്തമനായിരിക്കുന്ന, മാതൃകയായിരിക്കുന്ന ഭക്തോത്തമനാണ് ശത്രുഘ്നൻ. ഇന്ന് 3ാമത് ദിനം നമ്മുടെ മുമ്പിലേക്ക് വാൽമീകി കൊണ്ടുവരുന്നു ഭരതന്റെ മഹത്വം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭാരം ചുമക്കുന്നവൻ എന്നൊക്കെ നമുക്ക് കണക്കാക്കാം. അങ്ങനെയുള്ള ഭരതനെ മുൻനിർത്തിയാണ് ഇന്ന് പ്രധാനമായിട്ടും അവിടെ നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. രാവിലെ മുതൽ 3ാമത് ദിനം വസിഷ്ഠ നിർദ്ദേശത്തെ തുടർന്ന് അച്ഛനായിരിക്കുന്ന ദശരഥൻ ഇഹലോകം വിട്ടുപോയി എന്നറിഞ്ഞ് തിരിച്ച് തൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരുന്നു. 7-8 ദിവസം വേണ്ടി വന്നു എന്നാണ്. കേകയ രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ന് കണക്കാക്കുന്നത് അഫ്ഗാൻ പ്രദേശം എന്നാണ്. നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാം,
കൃഷ്ണാവതാര സമയത്തുണ്ട് കേകയത്തിൽ നിന്ന് ഭഗവാൻ ഒരു പത്നി ഉണ്ടായിരുന്ന ചരിതം പറയും. അപ്പോൾ ഇത്തരത്തില് കേകയ രാജ്യത്തിൽ പോയ ഭരതനും ശത്രുഘ്നനും തിരിച്ചെത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളെ തിരിച്ചറിയുന്നു. താൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആ രാമനെ കഴിഞ്ഞ് മറ്റ് എന്തുമുള്ളൂ. അങ്ങനെയുള്ള ഭക്തോത്തമനായ ഭരതന് മുന്നിൽ ഇതാ വലിയൊരു പ്രതിസന്ധി വയ്ക്കുന്നു. അതും തൻ്റെ അമ്മ തനിക്ക് വേണ്ടി രാമനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ട് ആ രാജ്യത്തെ തനിക്ക് വെച്ചിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തില് അച്ഛൻ്റെ ശേഷക്രിയകള് സംസ്കാരാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് വസിഷ്ഠൻ തന്നെ നിർദ്ദേശിക്കും, അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം ഭരത, അങ്ങക്ക് അഭിഷേകം നടത്തി രാജാവായിട്ട് അഭിഷേകം ചെയ്ത് രാജ്യം ഭരിക്കാനാണ്. ഇത് കേൾക്കുമ്പോൾ ഭരതൻ അതൊട്ടും സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. അങ്ങ് കുലഗുരുവായിട്ടും അമ്മയുടെ അതേപോലെ തന്നെയാണല്ലോ, കൈകേയി മാതാവിന്റെ അതേ കാര്യങ്ങൾ തന്നെയാണല്ലോ അങ്ങും പറയുന്നത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഞാൻ ഇന്ന് തന്നെ രാമനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പുറപ്പെടുന്നു എന്ന്. ഇന്നലെ രണ്ടാമത് ദിനം ആ ഭരതന്റെ വനയാത്ര വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അവിടെ ആ വനയാത്രയില് പിറ്റേത് ദിവസം രഥ ഗജ തുരങ്ക പതാകാദികളോട് കൂടി സർവ സൈന്യവുമായിട്ടാണ് ഭരതൻ തമസാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നത്. അവിടെ നിന്നും വത്സദേശം പിന്നിട്ട് ശൃംഗവേരാധിപനായ ഗുഹന്റെ ആ സ്ഥാനത്ത് നദിയുടെ അക്കരെ സൈന്യവുമായിട്ട് വന്നപ്പോ ഗുഹൻ ഒന്ന് സംശയിച്ചു. ഗുഹൻ ചിന്തിച്ചത്, ഈ സൈന്യവുമായിട്ട് ഭരതനാണല്ലോ ഇപ്പോൾ അയോധ്യയുടെ രാജാവ്, രാമലക്ഷ്മണന്മാരെ സീതയോടൊപ്പം അപായപ്പെടുത്താനാണോ വന്നത്? കാര്യം അറിയണം. ഇനി യുദ്ധത്തിനാണ് വരുന്നതെങ്കിൽ തങ്ങളെ മറികടന്നേ മുന്നോട്ട് പോകാൻ സാധ്യമാകൂ എന്ന് നിശ്ചയിച്ചു എന്നാണ്. അങ്ങനെ വരുന്ന ആളിന്റെ ഉദ്ദേശം എന്താണ് എന്നറിയാനായിട്ട് നേരെ ആ ഫലമൂലാദികളെ കൊണ്ടാണ് നേരെ രാജാവായിരിക്കുന്ന ആ ഭരതന്റെ മുമ്പിൽ എത്തിച്ചേരുന്നതും. അവിടെ ഗുഹൻ ഭരതനെ കണ്ട നിമിഷം തന്നെ തൻ്റെ മനസ്സിലെ ആകുലതകളൊക്കെ മാറിക്കിട്ടിയെന്നാണ്. ഭക്തോത്തമനായ രാമനെ തിരിച്ചു വിളിക്കാനാണ് താൻ വരുന്നത് എന്നറിയുന്ന ഗുഹന് എന്തെന്നില്ലാത്ത സന്തോഷം. പക്ഷെ വീണ്ടും ഒരു സംശയം, അതിനെന്തിനാണ് ഭരത ഇത്രയേറെ സൈന്യവുമായിട്ട് വരുന്നത്? കാലാൾപ്പടയും ആനപ്പടയും തുരങ്കവും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള പടകളും ഒക്കെ കൊണ്ട് എന്തിനാണ് എഴുന്നള്ളിയത് എന്ന് ചോദിക്കുമ്പോൾ പറയും, സാക്ഷാൽ രാമനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സീതായും ലക്ഷ്മണനോടും കൂടി മാത്രം മറ്റ് യാതൊരു കാര്യങ്ങളെയും കൂടാതെ കൊട്ടാരം വിട്ട് വനവാസത്തിന് പുറപ്പെട്ട രാമനെ തിരിച്ചു വിളിക്കൊണ്ടുവരുന്നത് എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളോടും എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങളോടും കൂടിയായിരിക്കണം. അപ്പൊ നമ്മൾ താലപ്പൊലിക്ക് ആറാട്ടിന് പോകുമ്പോൾ ഭഗവാൻ വലിയ ബഹളങ്ങളൊന്നും കൂടാതെ ആയിരിക്കും. ആറാട് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ മേളങ്ങളും വാദ്യങ്ങളോടും കൂടിയാണ് ഭഗവാനെ എതിരേൽക്കുന്നത്. എന്നതുപോലെ ഭഗവാനെ അയോധ്യയുടെ ആ രാജാവായിട്ട് കൊണ്ടുവരാൻ എല്ലാ സർവ സന്നാഹങ്ങളോടും കരുതിയാണ് അവിടെ എത്തിച്ചേരുന്നത് ഭരതൻ. ഇതിനെ മനസ്സിലാക്കിയ ഗുഹൻ അന്ന് അവിടെ തങ്ങാനായിട്ട് പറയുന്നു. പിറ്റേ ദിവസം അങ്ങേയും ഈ പറയുന്ന പടകളെയും ഒക്കെ അക്കരെ കടത്താൻ തൻ്റെ കിങ്കരന്മാർക്ക് ഗുഹൻ നിർദ്ദേശം കൊടുക്കുന്നു. അന്ന് അവിടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ആ രാമലക്ഷ്മണ സീത അവരുടെ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോഴാണ് നിലത്ത് സ്വർണത്തിൻ്റെയും പട്ടുനൂലിൻ്റെയും ഒക്കെ ഒരു ഭാവം കാണുന്നു. അല്ലെങ്കിൽ പട്ടുനൂലിന്റെ ഇതളുകള് സ്വർണത്തിന്റെ അംശമൊക്കെ മണ്ണിൽ കാണുന്നു, പുല്ലില്. ഭരതൻ ചോദിക്കുന്നു ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇവിടെയാണ് സീത ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന് കിടന്നത്. ഇപ്പൊ രാമൻ എവിടെയാണ് കിടന്നത്? കാണിച്ചു കൊടുത്തു. ലക്ഷ്മണൻ എവിടെ? ലക്ഷ്മണൻ കിടന്നില്ല. രാമനും സീതയും ശയിക്കുന്ന സമയത്ത് ഗുഹനുണ്ട്, കാട്ടിലാണ്. രാമനും സീതയ്ക്കും ഒരു അപകടം കൂടാതെ ലക്ഷ്മണൻ കാത്തിരുന്നു എന്നാണ്.
അപ്പൊ ഗുഹൻ എവിടെയാണ് രാത്രി കിടന്നതെന്ന് ചോദിക്കും ഭരതൻ. ഇതൊക്കെ വാൽമീകി വിസ്തരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഗുഹൻ പറയും, ഇനി രാമനെയും സീതയും രക്ഷിക്കാൻ ലക്ഷ്മണനുണ്ട്. എന്നാൽ എന്റെ മനസ്സിലൊരു സംശയം, ഈ ലക്ഷ്മണനും ഇനി രാത്രി ആ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഞാനും ഉറങ്ങാതെ കാത്തിരുന്നു രാമന്റെ രക്ഷയ്ക്കായിട്ട്. അപ്പൊ ചോദിക്കുന്നു, അങ്ങയുടെ കിങ്കരന്മാര്, ഗുഹയുടെ സൈന്യത്തിലുള്ള മറ്റുള്ളവരോ? അവർക്ക് എന്റെ മേലിലും സംശയമുള്ളത് കൊണ്ട് അവരും രാമന്റെ ആ നിദ്രയ്ക്ക് ഭംഗം വരാതിരിക്കാൻ അവരും കാത്തിരുന്നു. അതാണ് രാമനോടുള്ള ആ ഭക്തി. ആ ഭക്തിയെ സൂചിപ്പിക്കാനാണ് മഹാകവിയായ ആ കോകിലമായ മധുരാക്ഷരം ഓരോ വാക്കും അളന്ന് കുറിച്ചാണ് വാൽമീകി രചിക്കപ്പെട്ടത്, വാൽമീകി രാമായണം. അങ്ങനെയുള്ള ആ ഭക്തി കണ്ട് അവിടെ ആ മണ്ണില് അവിടെ വെച്ച് ഭരതൻ പ്രതിജ്ഞയടക്കുന്നു, ഞാനും ഇനി ഇതേ മണ്ണിലെ ശയിക്കുന്നുള്ളൂ. പിന്നീട് ചോദിച്ചു, അവരെന്താണ് ഭുജിച്ചത്, എന്താണ് കഴിച്ചത്? നമ്മൾ ഇന്നലെ കേട്ടു, ഭഗവാൻ രാമചന്ദ്രനും സീതയും ലക്ഷ്മണനും കൂടി എത്തിച്ചേർന്നപ്പോ ഗുഹനെ നേരത്തെ പരിചയമുണ്ട്, ആദ്യമായിട്ട് കാണുന്നതല്ല. പണ്ട് നായാട്ടിനൊക്കെ പോകുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തതും സഹായത്തിനും നിന്നത് ഗുഹനാണ്. അതുകൊണ്ട് തന്നെ രാമൻ വന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ പറയുന്നു വിസ്തരിച്ച്, ലേഹ്യമായിട്ടും കട്ടിയായിട്ടുള്ളതും ആയിട്ടുള്ള രാജകീയ വിഭവങ്ങൾ കൊണ്ടുവച്ചപ്പോൾ പറഞ്ഞു, ഈ തവണ ഞാൻ വന്നത് ആതിഥ്യം സ്വീകരിക്കാനല്ല ഗുഹ. അതുകൊണ്ട് തന്നെ വനത്തിൽ എന്താണോ ഭുജിക്കാൻ കിട്ടുക അത് മാത്രമേ ഭുജിക്കൂ എന്ന് രാമൻ പറയുന്നതനുസരിച്ച് വനവിഭവങ്ങൾ കൊണ്ട കൊടുത്തു. കിഴങ്ങുകളും ഇലയും കാട്ടരുവിയിലെ ജലമൊക്കെ, അതൊക്കെയാണ് രാമൻ ഭുജിച്ചത് എന്ന് പറയുമ്പോൾ ഭരതൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാനും ഇത്തരത്തിലാണ് എൻ്റെ ആഹാരം. പിന്നീട് ഒരു ആലുവൃക്ഷത്തെ കണ്ടു. അതിൽ നിന്നും കുറെ കറകൾ, അല്ലെങ്കിൽ ആലിന്റെ ആ വെളുത്ത നിറത്തിലുള്ള കറകളൊക്കെ പുറത്തേക്ക് വരുന്നത് കണ്ടു. അതിലെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാമന് ഇവിടെ വെച്ചിട്ടാണ് കാകപക്ഷ എന്ന അറിയപ്പെടുന്നു. എപ്പോഴും രാമനെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങനെയാണ്, കാകപക്ഷം, ഒരു മുടി ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി കിടക്കുന്നതാണ് കണ്ണിനോട് ചേർന്ന്. അങ്ങനെയുള്ള കാകപക്ഷധരനായിരിക്കുന്ന രാമൻ തന്റെ ജഡയെ വൽക്കലമാക്കി മാറ്റാൻ അവിടെ നിന്നും ഈ ആലുവൃക്ഷത്തിന്റെ പശ അല്ലെങ്കിൽ അതിന്റെ പാലിനെ കയ്യിലെടുത്ത് തന്റെ ആ മുടിയില് വെച്ച് അതിനെ ജഡയാക്കി മാറ്റി. രാമനോടൊപ്പം ലക്ഷ്മണനും അതോടൊപ്പം തന്നെ സീതയും. സീത തന്റെ ഭർത്താവിനോടൊപ്പം സഹധർമ്മ പത്നിയാണ്, സഹധർമ്മിണി, അങ്ങനെയല്ലേ പദം. ഈ പദം അലങ്കരിക്കാൻ അവിടെ ചീരവൽക്കലം കൊടുക്കുന്ന സന്ദർഭം പറയും. കൈകേയി മാതാവ് 3 പേർക്കും കൊടുത്തു എന്നാണ്. പക്ഷെ ദശരഥൻ അതിനെ എതിർത്തു. ജനക രാജാവിന്റെ പുത്രിയെ വിവാഹം കഴിച്ച് നമ്മളുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന ആ സീതയ്ക്ക് ഇത്തരത്തിലുള്ള വേഷം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ദശരഥനാണ് പിന്നീട് പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കൊടുത്തയക്കുന്നത്. എന്നാൽ സീതയ്ക്കത് ആഗ്രഹം ഉണ്ടായിരുന്നു, ഭർത്താവ് ചെയ്യുന്ന കർമ്മത്തിന്റെ കൂടെ നിന്ന് വേണം ചെയ്യാൻ. അതാണ് സഹധർമ്മം ആചരയേത്. ബ്രാഹ്മവിവാഹങ്ങളിലൊക്കെ ചോദിക്കും, അഗ്നിക്രിയയിലൂടെയുള്ള വിവാഹ സമയത്ത് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹം ചെയ്യുന്നത് എന്ന ചോദ്യമുണ്ട്. വർഷങ്ങളെ കൊണ്ട് ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതാണ് അറിഞ്ഞ്, പണ്ട് നമ്മളുടെ പൂർവികര് ഒക്കെ വിവാഹം ചെയ്യുക അറിഞ്ഞാണ്. സഹധർമ്മമാചരയത്, കൂടെ ധർമ്മം അനുഷ്ഠിക്കാൻ. ഇതുവരെ ഓരോരുത്തരും അവരവരുടേതായ വ്യക്തിപരമായ ധർമ്മങ്ങൾ ചെയ്തെങ്കിൽ വിവാഹശേഷം ഒരുമിച്ചാണ് ആ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. സീത അതിന് തയ്യാറായി. ആ വൽക്കലം ജടയെ ആ രാമൻ എന്താണോ അനുഷ്ഠിച്ചത് അതനുസരിച്ച് തൻ്റെ ആ മുടി ഒക്കെ ഇത്തരത്തില് ജടാവൽക്കലം ധരിച്ചു എന്ന് കേട്ട ഭരതൻ അപ്പോൾ തന്നെ തീരുമാനിക്കുന്നു, ഞാനും ഇനി ജടാവൽക്കലമേ ധരിക്കൂ. നേരെ ആ രാമൻ ധരിച്ചതിനെ അനുകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഭരതനും ഇത്തരത്തില് തൻ്റെ മുടിയൊക്കെ ജടയ്ക്ക് തൽത്തുല്യമാക്കി മാറ്റി. ഇത് കണ്ടപ്പോഴാണ് ഗുഹൻ പറഞ്ഞു, അനുമോദിച്ചു പറഞ്ഞു, അല്ലയോ ഭരത, അങ്ങേ പോലുള്ള ഒരു രാമഭക്തൻ ഈ പ്രപഞ്ചത്തിൽ മറ്റാരും തന്നെ ഇല്ല. രാമന് രാജ്യം കിട്ടുന്നതിന് മുമ്പ് വനവാസത്തിന് പോയെങ്കിൽ എല്ലാ സൗഭാഗ്യങ്ങളും തൻ്റെ കൈക്കുള്ളിൽ വന്ന് നിന്നിട്ടും അതിനോട് ഒരു തരത്തിലും ഒരു ആഗ്രഹം പോലും തോന്നാത്ത ഭക്തോത്തമനായ ഭരതൻ
അത് തന്നെയാണ് ഈ ഭരതൻ ആരാണ് എന്ന് വാൽമീകി പറഞ്ഞു വെച്ചത്. അത് മഹാഭാരതത്തിലെ ആദ്യ പർവത്തിൽ പറയും, ഗരുഡോപാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു കുറേയൊക്കെ പറഞ്ഞിരുന്നു, കദ്രുവും വിനതയുടെയൊക്കെ കഥ. അവിടെ ദാസിത്വത്തിൽ നിന്നും തൻ്റെ അമ്മയെ മോചിപ്പിക്കാനായിട്ട് പുറപ്പെടുന്ന ആ ഗരുഡ ഭഗവാൻ, ഗരുഡൻ എല്ലാ പ്രതിബന്ധങ്ങളെയും താണ്ടിയെന്നാണ്. കുറെ ദൂരം തൻ്റെ ചിറകുകളെ കൊണ്ട് പറന്നാണ് സ്വർഗലോകത്ത് എത്തിച്ചേരേണ്ടത്. അവിടെ കശ്യപനൻ പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെ സാന്ദർഭികമായ കഥയാണ്. മഹാഭാരതത്തില് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കഥയെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇത്തരത്തില് ഗരുഡൻ പലതരത്തിലുള്ള സാഹചര്യങ്ങളെയും എതിരിട്ട് പിന്നീട് വിസ്തരിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ കവാടത്തിൽ എത്തിച്ചേർന്ന് നേരിട്ട ഓരോരോ അനുഭവങ്ങളും അതിനെയൊക്കെ താണ്ടി അവസാനം ഇന്ദ്രൻ തന്റെ വജ്രം കൊണ്ടൊന്ന് പുറകെ നിന്നും ആക്രമിച്ചു ഗരുഡനെ എന്നാണ്. അപ്പോ സാക്ഷാൽ ദധീചി മഹർഷിയോടുള്ള ബഹുമാനം നിമിത്തം തന്റെ തൂവലിൽ നിന്നും ഒരു തൂവല് പറിച്ച് ദേവേന്ദ്രന് കൊടുത്തു. പറഞ്ഞു, ഇത് ദധീചി മഹർഷിക്കുള്ള ബഹുമാന പുരസ്സരം അങ്ങേക്ക് തരുന്നു എന്നാണ്. സാക്ഷാൽ ദേവേന്ദ്രന്റെ വജ്രത്തിന് പോലും മുറിവേൽപ്പിക്കാൻ സാധ്യമല്ലാത്ത ഗരുഡൻ ഇതെല്ലാം വിജയിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് സാക്ഷാൽ ഭഗവാനെ കാണുന്നത്. ഭഗവാനെ കണ്ട് ഭഗവാൻ അനുമോദിച്ചു എന്നാണ് ഗരുഡനെ. ഗരുഡ, നിന്റെ പ്രവൃത്തിയിലെ എനിക്ക് അത്യധികം സന്തോഷം. എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ ഗരുഡനും ഭഗവാനെ കണ്ട നിമിഷം തന്നെ ആ ഭഗവാനിലേക്ക് തന്റെ മനസ്സ് ചേർന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങയുടെ വഹിക്കുന്ന ആ കൊടിയ അടയാളമായിട്ട് എന്നും ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനതിന് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗരുഡൻ അമൃതിനെ കൊടുത്ത് അമ്മയെ ദാസ്യത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് തിരിച്ച് വൈകുണ്ഠലോകത്തിൽ എത്തിച്ചേരുന്നത് എന്നാണ് മഹാഭാരതത്തിലെ ആ ആദ്യ പർവ്വതത്തിലെ കഥ. അവിടെ ചോദിക്കും, അപ്പൊ ഭഗവാൻ, ഈ അമൃത് കിട്ടിയിട്ടൊന്ന് രുചിച്ചില്ലേ? അപ്പോൾ അതിന് വളരെ മനോഹരമായിട്ട് ഗരുഡൻ പറയുന്ന ഉത്തരവുണ്ട്. എല്ലാവരും ഈ അമൃതിന് വേണ്ടി കടിപിടി കൂടുന്നു, അമൃത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെ തോന്നുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങയെ തന്നെ ലഭിക്കുമ്പോ മറ്റ് എന്ത് അമൃത് ഇതിന്റെ മുന്നിൽ? അങ്ങനെയുള്ള ആ ഗരുഡനാണ് വാൽമീകി പറയുന്നത് ഭാരം ചുമക്കുന്ന ഭഗവാനെ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗരുഡൻ. ഭഗവാന് നിരന്തരം ഏത് അവതാര ഭാഗത്തും കഥയിലും നമുക്ക് കാണാം ഗരുഡന്റെ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വൈഷ്ണവ സമ്പ്രദായത്തില് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഗരുഡനെയാണ്. അതോടൊപ്പം തന്നെ വൃക്ഷസേനനും. അപ്പൊ ഇവിടെ ആ ഗരുഡനാണ് സാക്ഷാൽ ആ ഭരതനായിട്ട് വാൽമീകി രാമായണത്തിൽ സൂചിപ്പിക്കുന്നത്. കമ്പരുടെ രാമായണത്തിൽ വരുമ്പോഴാണ് അവിടെ ആ ശംഖും ആയിട്ട് മാറുന്നത്. അപ്പൊ ഏതും ആയിക്കോട്ടെ, ഇവിടെ പറഞ്ഞു വെച്ചത് ഏതാണോ എന്ന് നമ്മൾ തമ്മിൽ തർക്കിക്കാനോ, വാൽമീകിയുടെ ആണോ ശരി, എഴുത്തച്ഛന്റെ ആണോ, കമ്പരുടെ ആണോ, അങ്ങനെ ശരി തെറ്റുകളിലൊക്കെ അല്ല പോകട്ടെ. നമ്മൾ ഈ കഥയുടെ അല്ലെങ്കിൽ ഈ ചരിത്രത്തിന്റെ ആന്തരിക അർത്ഥത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഭാരം ചുമക്കുന്ന ഭരതനെ പോലെ ഭഗവാന് വേണ്ടി കൈങ്കര്യം ചെയ്യുന്ന ദാസ വൃത്തി ചെയ്യുന്ന മറ്റൊരാളില്ല. അതുകൊണ്ടാണ് നിരന്തരം നിത്യസൂരിയായിട്ട് ഭഗവാന്റെ മുന്നിൽ തന്നെ എപ്പോഴും ഗരുഡ പെരുമാള് കുടികൊള്ളുന്നത്. കുങ്കുമാങ്കിത വർണ്ണായ കുന്ധേന്ദുതവളായ വിഷ്ണുവാഹന നമസ്തുഭ്യം നമസ്തേ പക്ഷിരാജായതേ നമ. അങ്ങനെയുള്ള ആ ഗരുഡൻ ഇവിടെ അത് തന്നെയാണ് ഭരതനെ ഗുഹൻ ആശ്ലേഷിക്കുന്നത്. പറഞ്ഞു, അങ്ങയെപ്പോലുള്ള ഒരു ഭക്തനെ കാണാനേ ഇല്ല. എന്തിന് രാമന് പോലും ചിലപ്പോ അങ്ങയുടെ അത്രയും ഭക്തി ഉണ്ടായിരിക്കില്ല എന്നൊക്കെ ഗുഹൻ അവിടെ പറയുന്നു. പിന്നീട് അവര് നേരെ എല്ലാവരെയും ഗംഗാ തീരത്തെ താണ്ടിക്കൊണ്ട് ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു. ഭരദ്വാജൻ രാമനും സീതയും ലക്ഷ്മണനും വന്ന ചരിതമൊക്കെ പറഞ്ഞു. അവിടെ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപമുള്ള ചിത്രകൂടത്തിലാണ് ഇപ്പോ രാമൻ പാർക്കുന്നത് എന്ന് അറിയുന്ന ഭരതൻ നേരെ അതിനെ ലക്ഷ്യമാക്കി, ചിത്രകൂടത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു.
ചിത്രകൂടം എന്നറിയപ്പെടുന്ന ആ ഒരു പുണ്യസ്ഥാനം മന്ദാകിനി നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ആ മന്ദാകിനി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. സൈന്യങ്ങളൊക്കെ ഈ മലയുടെ ചുറ്റും നിരന്നു എന്നാണ്. ഇതില് രാമന്റെ പർണശാലയെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും തെരച്ചിലിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. എല്ലാവരും തിരച്ചിലിന് പുറപ്പെട്ടപ്പോൾ ഈ സൈന്യത്തിന്റെ വലിയൊരു ഘോഷം രാമന്റെ ചെവിയിൽ എത്തി എന്നാണ്. അതുകൊണ്ട് തന്നെ രാമൻ അവിടെ സൂചിപ്പിക്കുന്നു, ലക്ഷ്മണനെ വിളിച്ചു ചോദിക്കുന്നു, ലക്ഷ്മണ, ഒരു പടയൊരുക്കത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് പോയി അന്വേഷിച്ചു വരൂ എന്ന് ലക്ഷ്മണനോട് പറയും. അപ്പൊ ലക്ഷ്മണൻ നേരെ ഒരു വൃക്ഷത്തിന്റെ മുകളില് കയറി നിന്നുകൊണ്ട് കാര്യങ്ങളെയൊക്കെ വീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, വളരെ ക്രോധത്തോടു കൂടി വന്ന് പറഞ്ഞു, അല്ലയോ ജ്യേഷ്ഠ, അയോധ്യ സൈന്യമാണ് വന്നിരിക്കുന്നത്. ഭരതൻ, ലക്ഷ്മണനെ സംബന്ധിച്ച് ഭരതൻ ഇപ്പോ രാജാവാണ്. അങ്ങയെ എതിരിടാനാണ് വരുന്നതെങ്കിൽ ഈ ലക്ഷ്മണന്റെ വീര്യം ഇന്ന് ഭരതൻ അറിയും. ഇങ്ങനെ ഭരതന് എതിരെ സംസാരിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ആ സംസാരത്തെ രാമൻ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ, ഭരതൻ ഇവിടെ വന്നത് എന്തിനാണ് എന്ന് എനിക്കറിയാം. നീ നോക്കിക്കൊള്ളൂ, ഭരതൻ ഇവിടെ വരുമ്പോ ഈ രാജ്യത്തെ മുഴുവൻ എന്നിലേക്ക് സമർപ്പിക്കാം ഭരതൻ. ഈ ഭരതനെ എതിരിടാൻ എന്താണ് ലക്ഷ്മണ നിനക്ക് ആവേശം കൂടിയത്? നിനക്ക് രാജ്യത്തിന് അധികാരമുണ്ടോ? ഞാൻ പറഞ്ഞാൽ വേണമെങ്കിൽ അധികാരം ലക്ഷ്മണ നിനക്ക് ഭരതൻ തരും. അങ്ങനെ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന തന്റെ സഹോദരനെ നല്ലതുപോലെ അറിയാവുന്ന രാമൻ ഇത്തരത്തില് ലക്ഷ്മണനെ ആശ്വസപ്പെടുത്തുന്നു. എവിടെയാണ് ഭഗവാൻ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ട് ഭരതൻ ആ മല താണ്ടി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ദൂരെ ഒരു പർണശാലയുടെ മുകളില് അഗ്നി ജ്വലിക്കുന്ന, അഗ്നിയുടെ പുക, ധൂമം ദൂരെ കണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ അഗ്നി കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്താ ഇത്ര പ്രാധാന്യം എന്ന് തോന്നും. പക്ഷേ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, പല പുരാണങ്ങളിൽ ഇത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങൾ നമുക്കതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നോക്കാം. ഈ പുക വരുന്ന, ധൂമം വരുന്നത് കണ്ടപ്പോ അവിടെ ഭരതൻ ഉറപ്പിച്ചു, ഇത് സാക്ഷാൽ രാമന്റെ പർണശാല തന്നെ ആയിരിക്കും എന്ന് അവിടെ ഉറപ്പിച്ചു എന്നാണ്. അപ്പൊ ആ അഗ്നിയുടെ പ്രതീകമായ ധൂമം കണ്ടു, അത് രാമന്റെ തന്നെ ആയിരിക്കും എന്ന് ഭരതൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഇതിന്റെ വ്യാഖ്യാതാവ്, അതോ സാക്ഷാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ വാൽമീകി രാമായണത്തിന് ഏറ്റവും മനോഹരമായിട്ട് വ്യാഖ്യാനം രചിച്ചത് വളരെ വളരെ ഭക്തോത്തമനായിരിക്കുന്ന ആ ഭൂഷണം എന്നറിയപ്പെടുന്ന ആ ഒരു വ്യാഖ്യാനത്തെ അദ്ദേഹം അവിടെ എഴുതി വെച്ചു. അത് എങ്ങനെയെന്നും പറഞ്ഞു, സാക്ഷാൽ രാമാനുജര് 18 മുறை രാമായണം, വാൽമീകി രാമായണം ചൊല്ലി കേൾപ്പിച്ചതിനെ എടുത്തെഴുതിയതാണ്. അപ്പൊ അദ്ദേഹം അവിടെ ആ ഗോവിന്ദരാജര് ചോദിക്കുന്നു, അതെങ്ങനെ മനസ്സിലാകും? അഗ്നി കണ്ടാൽ പലരുടെയും ആശ്രമത്തിൽ നിന്ന് പകരുന്ന അഗ്നി ആയിരിക്കില്ലേ, പിന്നെ എങ്ങനെ അത് തിരിച്ചറിയും എന്ന് ചോദിക്കുമ്പോ പറയും, രാമനാണ്. അഗ്നിക്രിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദക്ഷിണാഗ്നി, ആവഹനീയാഗ്നി, ഗാർഹാഗ്നി, ഇങ്ങനെ 3 അഗ്നി ചെയ്യണം എന്നാണ് അഗ്നിഹോത്രം. ഒരു രാജാവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ധർമ്മത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ 3 അഗ്നികൾ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. ഇനി നാളെ ഒരു സന്ദർഭം കാണും നമ്മൾ. സാക്ഷാൽ ഹനുമാൻ ഭഗവാൻ രാമചന്ദ്രനെ കാണുമ്പോ തന്നെ ഹനുമാന് പിടികിട്ടും രാമന് ഒരു പത്നി ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ആ പത്നി കൂടെ ഇല്ലെന്നും ആ പത്നിയെ അന്വേഷിച്ചു വരുന്നതാണെന്നും ഹനുമാന് പിടികിട്ടും. എങ്ങനെ പിടികിട്ടും? അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. അഗ്നിക്രിയ ചെയ്യുന്നത് ഈ പറയുന്ന വിവാഹശേഷം ആ തന്റെ ഗാർഹ്യ അഗ്നിയെ കൈകളിൽ കൊണ്ട് നടക്കുന്നതാണ്. 3 തരമാണ് അഗ്നി എന്ന് പറഞ്ഞു നമ്മൾ. അഗ്നിഹോത്രത്തിൽ എപ്പോഴും അഗ്നിഹോത്രം ചെയ്യുന്നവർ തന്റെ കൂടെ, അതെങ്ങനെയാ, അരണിക്കട്ട,
അരണി ജ്വലിപ്പിച്ചിട്ടാണ് അഗ്നി കൊണ്ടുവരുന്നത്. മഹാഭാരതത്തിലും ഇതേപോലെ ഒരു സന്ദർഭമുണ്ട്. വനപർവ്വതത്തില് വനവാസ സമയത്ത് പാണ്ഡവരുടെ ഒരു അരണിക്കട്ട നഷ്ടപ്പെട്ടു പോയ ഒരു ബ്രാഹ്മണൻ അരണിക്കട്ട അന്വേഷിച്ച് വരുമ്പോ അത് ഒരു കരടിയുടെ ചെവിയുടെ ഇടയിൽ പോയി. അപ്പൊ കരടി ആയതുകൊണ്ട് ബ്രാഹ്മണന് നേരിട്ടത് അതിനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. പാണ്ഡവരോട് പറയും. ആ സമയത്താണ് പാണ്ഡവരിലെ 4 പേര്, യുധിഷ്ഠിരൻ ഒഴികെയുള്ളവര്, ആ അരണിക്കട്ടയെ നേടിയെടുക്കാനായിട്ട് കരടിയുടെ പുറകെ പോകുന്നതും ആ കരടിയെ കീഴ്പ്പെടുത്തി അരണിക്കട്ടയെ ബ്രാഹ്മണന് കൊടുക്കുന്നതും. പിന്നീടാണ് ആ ജലാശയം കണ്ട് ദാഹം നിമിത്തം അവര് ജലം കുടിക്കുന്നതും കുടിക്കുന്നവര് ബോധരഹിതരായിട്ട് നദിയുടെ കരയിൽ വീഴുന്നതും. അപ്പോ ഈ അരണി എന്ന് പറയപ്പെടുന്ന ആൽവൃക്ഷത്തിന്റെ കമ്പ്, അതിലേക്ക് അഗ്നിയെ മാറ്റിയെടുത്തിട്ട് സദാസമയം കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ഹനുമാന്റെ പ്രാധാന്യം പറയുന്നത്. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഠ്യം വാക്പിടുത്തം അഷ്ടസിദ്ധി പ്രദോഭവ. അഷ്ടസിദ്ധികള്, ജ്ഞാനം, സൂര്യനാരായണന്റെ അടുത്ത് നിന്ന് 18 ദിവസം കൊണ്ട് ജ്ഞാനത്തെ നേടിയെടുത്ത മഹാത്മാവാണ് സാക്ഷാൽ ആഞ്ജനേയൻ, ഹനുമാൻ. അപ്പൊ ഹനുമാൻ നമ്മൾ നാളെ കേൾക്കും തിരിച്ചറിയുന്നത് ഇതേപോലെ രാമന്റെ കയ്യിലുള്ള ആ അഗ്നി ചമതയെ, അരണിക്കട്ടയെ കണ്ടുകൊണ്ടാണ്. അപ്പൊ ഇത്തരത്തില് തന്റെ ജ്യേഷ്ഠൻ ആ അഗ്നിക്രിയകള് കൊണ്ടു നടക്കും, അഗ്നിയാണ് തന്റെ ജ്യേഷ്ഠന്റെ കൂടെയുള്ളത് എന്ന് നല്ലതുപോലെ അറിയാവുന്ന ഭരതൻ പറഞ്ഞു. നമ്മൾ 12 വർഷമായി ഇവർ തമ്മിൽ കണ്ടിട്ട്, സഹോദരന്മാര് ആണെങ്കിൽ പോലും. അങ്ങനെ ഭരതൻ അന്വേഷിച്ച് നേരെ ആ പർണശാലയുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ രാമൻ ധ്യാനത്തിലിരിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഭാവത്തെ സൂചിപ്പിക്കുന്നുണ്ട് വാൽമീകി. അവിടെ കൃഷ്ണാജിനതരം ധരിച്ച രാമൻ, മാൻതോല് ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ധരിച്ചുകൊണ്ട് ഇടുപ്പില് മരത്തിന്റെ ആ വസ്ത്രം പോലെ മരത്തിന്റെ തോലിനെ എടുത്ത് ഉടുക്കുന്ന ആ മരവുരി, ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ ഒരു ഭാവം അവിടെ ഭരതൻ കാണും. അവിടെ ജ്യേഷ്ഠനെ ആ പേര് വിളിച്ചുകൊണ്ട്, ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ആ പാദങ്ങളെ ചെന്ന് ആശ്രയിക്കുന്ന ഭരതനെ വാൽമീകി എടുത്തു തന്നെ പറയുന്നു. ഈ തം ത്വം കൃഷ്ണാജിനധരം, അങ്ങനെയുള്ള ആ രാമനെ കാണുന്ന ഭരതൻ അവിടെ കാണുന്നു അഗ്നിയെ പോലെ തേജസ്സില് ആണ്ട രാമന്റെ മുഖം. അങ്ങനെയുള്ള രാമനെ ചെന്ന് ആശ്രയിക്കുന്നു. രാമനെ ലക്ഷ്മണനും അതോടൊപ്പം സീതയും ഭരതൻ ചെന്ന് ആശ്രയിക്കുമ്പോൾ പെട്ടെന്ന് ധ്യാനത്തിൽ നിന്നും ഉണരുന്ന രാമൻ ഭരതനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത്, അച്ഛൻ എവിടെയാണ്? അച്ഛന് സുഖമല്ലേ ഭരത? പിന്നീട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്നതിന് ഉത്തരമായിട്ട് അവിടെ ഭരതൻ പറയുന്നു, അച്ഛനുണ്ടെങ്കിൽ അല്ലയോ ജ്യേഷ്ഠ ഞാനിപ്പോ ഇവിടെ വരില്ലല്ലോ. അപ്പൊ അച്ഛൻ നമ്മളെ വിട്ടുപോയി എന്ന് അറിയുന്ന രാമൻ പെട്ടെന്ന് തന്നെ ഉദകക്രിയ ചെയ്യാനായിട്ട്, വനവാസിയായിരിക്കുന്ന രാമൻ എന്ത് ചെയ്യാൻ സാധിക്കും? അതനുസരിച്ച് ആ പിണ്ഡാദി കർമ്മങ്ങൾ ചെയ്ത് അന്നത്തെ ദിനം മൗനം ആചരിച്ചു എന്നാണ്. അച്ഛൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷം രാമൻ പിന്നീടൊന്നും സംസാരിച്ചില്ല എന്ന്. മൗനവ്രതത്തില് തന്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പിറ്റേ ദിവസം രാവിലെ വീണ്ടും അവിടെ രാമൻ ഭരതൻ അവരുടെ സംവാദം തുടരുന്നു. അവിടെ ഭരതൻ പറയുകയാ, വനവാസം ഒക്കെ മതി ജ്യേഷ്ഠ, അമ്മയെ തൃപ്തിപ്പെടുത്താൻ ഇപ്പൊ 1 മാസത്തോളം ആയല്ലോ അങ്ങ് വനവാസിയായിട്ട് കഴിയുന്നു, അത് മതി. അമ്മയുടെ ഒരു ആഗ്രഹം അങ്ങയെ വനവാസിയായിട്ട് കാണണം, അത് പൂർത്തിയായി, അതുകൊണ്ട് തിരിച്ചു വരാം. 4 കാര്യങ്ങളാണ് ഭരതൻ പറയുന്നത്. അതില് ആദ്യത്തെ ഭാഗമാണ് ഈ പറഞ്ഞത്. അമ്മയെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി അങ്ങേക്ക് തിരിച്ചു വരാം. രണ്ടാമത് പറഞ്ഞു, ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടവരാണല്ലോ നമ്മള്. ഇക്ഷ്വാകുവിന്റെ വംശത്തിൽ പരമ്പരയിൽ ഇതുവരെ ആദ്യപുത്രനല്ലാതെ ഇളയ പുത്രന്മാരാരും തന്നെ രാജ്യഭരണം ഏറ്റിട്ടില്ല. അതുകൊണ്ട് അങ്ങ് രാജ്യം ഏറ്റെടുത്തേ മതിയാകൂ എന്ന് ഭരതൻ പറയും.
പിന്നീട് പറയും മൂന്നാമതായിട്ട്, അല്ലയോ രാമ, അങ്ങ് ഭരിക്കേണ്ട അയോധ്യയില് ഈ ഭരതനാകുന്ന ഞാൻ ഭരിച്ചാൽ അത് ഒരിക്കലും ഉപമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അന്തരമാണ്. അങ്ങ് എവിടെ ഇരിക്കുന്നു, ഞാൻ എവിടെ. ഒരിക്കലും രാമന് തുല്യമെന്ന് പോലും പറയാൻ യോഗ്യത ഈ ഭരതനില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും അങ്ങ് വന്ന് രാജ്യത്തെ ഏറ്റെടുക്കണം. പിന്നീട് പറയുന്നു, നീ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനെ മാറ്റിക്കൊണ്ട് അതിനെ ശരിയാക്കേണ്ടത് മക്കളുടെ ധർമ്മമല്ലേ. അല്ലെ, പ്രഹ്ലാദകുമാരൻ നാരായണ നാമത്തെ നിരോധിച്ചുകൊണ്ട് മുഴുവൻ രാജ്യത്തിലും ഹിരണ്യനായ നമ, അല്ലെങ്കിൽ ആ ഹിരണ്യകശിപു തന്റെ മന്ത്രം പഠിപ്പിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ അച്ഛൻ പെരുമാറുമ്പോ അച്ഛനെ അനുസരിക്കേണ്ട പ്രഹ്ലാദൻ അച്ഛന്റെ കൂടെ കൂടി അച്ഛൻ പറയുന്നതാണോ കേട്ടത്? അല്ലല്ലോ. അച്ഛൻ തെറ്റ് ചെയ്യുമെങ്കിൽ ആ തെറ്റിനെ തിരുത്തേണ്ട ഉത്തരവാദിത്തം മക്കളായ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ രാമ, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് എന്റെ കൂടെ വരണം. ഇങ്ങനെ 4 കാര്യങ്ങള് ഭരതൻ പറയുന്നതാണ്. ഈ 4 കാര്യങ്ങൾക്കും ഓരോരോ ഉത്തരമായിട്ട് അവിടെ പറയും. അവിടെ സൂചിപ്പിക്കുന്നു, ആദ്യ 3 ചോദ്യത്തിനും ഭരത ഉത്തരം. അവിടെ വനവാസ സമയത്ത് പുറപ്പെട്ടപ്പോഴാണ് സുമന്തരിൽ നിന്നും രാമൻ ഇത് അറിയുന്നത്. അതുവരെ രാമനും അറിയില്ല. അഭിഷേകം ആരംഭിക്കുമ്പോൾ ദശരഥൻ എടുത്തു തന്നെ പറഞ്ഞു, ഭരതൻ വരുന്നതിന് മുമ്പ് രാമന്റെ അഭിഷേകം നടക്കണം. അന്ന് രാമൻ അത് എന്തുകൊണ്ട് എന്ന് അറിയില്ല. സർവാത്മാവാണ് രാമനെങ്കിലും മനുഷ്യരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ പുറമെ പ്രദർശിപ്പിക്കില്ല. അപ്പൊ രാമൻ അന്ന് അത് മനസ്സിലായില്ല. അച്ഛൻ എന്ത് പറഞ്ഞോ അതിന് അക്ഷരം പ്രതി അനുസരിക്കും. ആചാര്യന്മാര് വളരെ വ്യംഗ്യമായിട്ട് അവിടെ സൂചിപ്പിക്കും, രാമനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും തിരിച്ചു പോകാൻ പറഞ്ഞാലും ഇത് എത്ര തവണ ആവർത്തിച്ചാലും രാമൻ ഒരു മടിയില്ലെന്നാണ്. അച്ഛന്റെ വാക്കിനെ അക്ഷരം പ്രതി സ്വീകരിക്കുന്ന പുത്രനാണ്. പുത്രനിൽ ഉത്തമനാണ് രാമൻ. അതുമാത്രമല്ല, അച്ഛൻ നേരിട്ട് പറഞ്ഞിട്ടില്ല വനവാസത്തിന് പോകാൻ. കൈകേയിയാകുന്ന മാതാവാണ് പറഞ്ഞത്. രാമന് ഒരു സന്ദർഭത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്നോട്, നമ്മളൊക്കെ പറയൂലോ, നമ്മളുടെ ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ആള് നേരിട്ട് എന്നോട് പറയട്ടെ എന്നിട്ട് ഞാൻ കേൾക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ രാമൻ പറഞ്ഞു, അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്ന് അമ്മയായ കൈകേയി പറഞ്ഞത് മാത്രം സ്വീകരിച്ചുകൊണ്ട് വനവാസത്തിന് പുറപ്പെട്ട ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഈ രാമൻ ഭരതനോട് സൂചിപ്പിക്കുകയാണ്, അല്ലയോ ഭരത, അച്ഛൻ വിചാരിക്കുന്നത് പോലെ കൈകേയിയുടെ സ്നേഹത്തില് അല്ലെങ്കിൽ കൈകേയിയോടുള്ള കാമത്തിന് അടിപ്പെട്ട ആളല്ല. സുമന്ത്രര് വഴിയാണ് പിന്നീട് അയോധ്യയിൽ നിന്നും പുറപ്പെട്ട രാമൻ ആ സത്യം തിരിച്ചറിയുന്നത്. കന്യാശുൽക്കം അശ്വപതി വിവാഹം ചെയ്യിക്കുന്ന സമയത്ത് ദശരഥന് ഇങ്ങനെ ഒരു സത്യം കൊടുത്തിരുന്നു. പിന്നെ വിവാഹത്തിന് നടക്കാൻ വേണമെങ്കിൽ ഒരു കള്ളം പറയാമെന്ന ശുക്രാചാര്യരുടെ ഒരു നീതി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതിനെ മുൻനിർത്തി ആ ഒരു ചെറിയ പഴുതുപയോഗിച്ച് തൽക്കാലത്തേക്ക് രാമനെ രാജാവാക്കാം എന്നാണ് ദശരഥൻ വിചാരിച്ചതെന്നാണ് വ്യാഖ്യാനത്തിൽ ഗോവിന്ദരാജർ പറയുന്നത്. അപ്പോ അത്തരത്തില് അച്ഛന് ശരിക്കും കൈകേയി മാതാവിനോട് കടപ്പെട്ടതാണ്. ശംബരാസുരന്റെ യുദ്ധത്തിൽ തന്റെ ജീവനെ രക്ഷിച്ച പത്നിക്ക് താൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അച്ഛന്റെ കടം തീർക്കേണ്ടത് മക്കളായ ഭരത നമ്മളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭരതന് ഈ 4 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ലാതെയായി. അച്ഛന്റെ കടം മക്കൾ തീർക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഭരതൻ പിന്നീടൊന്നും പറയാൻ പറ്റാതെയായി. ഇനി സംസാരം വേണ്ട എന്ന് തീരുമാനിച്ച് ഭരതൻ പറയും, തന്റെ സാരഥിയോട് ദർഭ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് രാമന്റെ മുമ്പില് ദർഭ കിഴക്കോട്ട് വിരിച്ച് അതിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. പറഞ്ഞു, ഞാനിനി പ്രായോപവേശം അനുഷ്ഠിക്കുകയാണ്. എന്താ പ്രായോപവേശം? നമുക്കറിയാം, പരീക്ഷത്തിന്റെ കഥയില് 7 ദിനമാണ് ആയുസ് ഉള്ളൂ എന്നറിഞ്ഞപ്പോ ജലവും അതോടൊപ്പം ആഹാരത്തെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വായു മാത്രം ഭക്ഷിച്ച് മരണം വരെ ഇരിക്കാനുള്ള ആ ഒരു ക്രിയയ്ക്കാണ് പ്രായോപവേശം. ഇവിടെ ഭരതൻ അതേപോലെ ആ പ്രായോപവേശം അനുഷ്ഠിക്കാനായിട്ട് തുടരുമ്പോ ഭരതനെ എങ്ങനെ സാന്ത്വനിപ്പിക്കുമെന്ന് രാമനൊരു സംശയം. ഭരതനെ വിളിക്കുന്നു, തന്റെ മടിയിലിരുത്തുന്നു. പുത്രന് സമാനമായിട്ട് ഭരതനെ തന്റെ മടിയിലിരുത്തി പറയുന്നു,
അച്ഛൻ സ്വർഗത്തില് ഇരുന്ന് നമ്മൾ തമ്മില് എന്തൊക്കെയാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത്, അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛന്റെ സത്യത്തെ പൂർണ്ണമാക്കാൻ എനിക്ക് കാടും ഭരത നിനക്ക് രാജ്യവുമാണ് തന്നിരിക്കുന്നത്, അത് നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ. അപ്പൊ ഭരതൻ പറയും, അങ്ങനെയെങ്കിൽ ഞാൻ കാട്ടിൽ പൊക്കോളാം, അങ്ങ് രാജ്യം ഭരിച്ചോളൂ. അപ്പൊ പറഞ്ഞു, അത് പറ്റില്ല, അച്ഛൻ പറഞ്ഞത് ഇത് തന്നെയാണ്. മാത്രമല്ല അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഭരതൻ പല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാണ് വിസ്തരിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകി പറയുന്നത്. ഭരതൻ ചോദിക്കുന്നു, രാമ ജ്യേഷ്ഠ, ഇപ്പൊ അയോധ്യ ആരുടെയാണ്? അപ്പൊ രാമൻ അതിനുത്തരം പറഞ്ഞു, നിന്റെയാണ്. അപ്പൊ ഭരതൻ പറയും, എനിക്കെങ്കിലും എന്റെ രാജ്യം ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാമല്ലോ. അപ്പോ ജ്യേഷ്ഠൻ പറയും, കൊടുക്കാം, എന്നാ ഞാൻ എന്റെ രാജ്യം അങ്ങേക്ക് തന്നിരിക്കുന്നു. അപ്പോ രാമൻ പറയും, ഭരത നിനക്ക് തരാനുള്ള അധികാരമുണ്ട്, പക്ഷെ വാങ്ങിക്കാനുള്ള അധികാരം എനിക്കില്ല. അപ്പോഴും അവിടെ ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ഭരതന്. പിന്നീട് ഭരതൻ അവിടെ ചോദിക്കും, എങ്കിലും നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, എഴുന്നേക്കാൻ വയ്യ, അല്ലെങ്കിൽ ചമ്രം പടിയിട്ട് ഇരിക്കാൻ വയ്യ, പ്രത്യേകിച്ച് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മൾ അതിനൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? തൊട്ടിരുന്നാ മതി, അല്ലെങ്കിൽ പുല്ല് തൊട്ട് ഒരാൾ അടുത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ ആ കർമ്മം ചെയ്യും. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഭരതൻ അത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ഈ 14 വർഷം ദണ്ഡകാരണ്യം നടത്താൻ നമുക്ക് മറ്റൊരാളെ കാട്ടിലേക്ക് വിട്ടാൽ പോരെ. ഹരിശ്ചന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലോ പണ്ട്. തന്റെ മകന് ബലി കൊടുക്കുന്നതിന് പകരം മറ്റൊരു പുത്രനെ ധനം കൊടുത്തു വാങ്ങി തന്റെ പുത്രനാക്കി മാറ്റി അതിനെ ബലി കൊടുക്കാനായിട്ട് വരുണയാഗം നടത്തിയ കഥ. അപ്പൊ അത്തരത്തിൽ ചെയ്യാം എന്ന് ഭരതൻ പറയുമ്പോ പറയും, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എളുപ്പത്തിലും സൂത്രത്തിലും ചെയ്യലല്ല. നമ്മള് എന്താണോ അച്ഛൻ പറഞ്ഞത് അതിനെ അക്ഷരം പ്രതി അനുസരിച്ചാലാണ് സ്വർഗവും, അല്ലെങ്കിൽ അച്ഛന് സ്വർഗസുഖങ്ങളും പിതൃലോകവും ലഭിക്കൂ. അതല്ലെങ്കിൽ അച്ഛൻ വീണ്ടും നരകത്തിൽ വന്ന് പതിക്കും. ഇത് കേട്ടപ്പോ കൂടെയുള്ള ജാബാലി എന്നറിയപ്പെടുന്ന മന്ത്രി അല്ലെ മഹർഷി പെട്ടെന്ന് അതിലെ ഇടയിൽ, ആ സംവാദത്തിന്റെ ഇടയിൽ കയറി രാമനോട് പറഞ്ഞു, രാമ, എന്ത് സ്വർഗവും നരകവും? ഇതൊക്കെ വെറുതെ നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മളുടെ അറിയാവുന്ന പലരും പറയും, ഇതൊക്കെ ഒരു സ്വർഗവും നരകമൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ജാബാലിയും അങ്ങനെ പറഞ്ഞു എന്നാണ്. അതുവരെ ഇതേവരെ ഇത്രയും ദിവസം നമ്മൾ ഈ വാൽമീകി രാമായണത്തിൽ ഭഗവാന് 24 വയസ്സ് 25 വയസ്സ് പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുക. അത് ആ സമയത്ത് ഇതുവരെ ഭഗവാന്റെ മുഖത്ത് ഒരു ക്രോധഭാവം ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു വാക്ക് കേട്ടപ്പോ ഭഗവാന്റെ മുഖം ചുവന്നു എന്നാണ്. പെട്ടെന്ന് ജാബാലിയോട് കയർത്തു, ഇത്തരത്തിലുള്ള ബുദ്ധ വാക്യങ്ങളെ അങ്ങ് പറയരുത്. വാൽമീകി രാമായണത്തിൽ നമ്മൾ മധ്യാഹ്നത്തിൽ സൂചിപ്പിച്ച ബുദ്ധന്റെ ശബ്ദം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ കലിയുഗത്തിന്റെ ആരംഭത്തിൽ ജനിച്ച ഗൗതമ ബുദ്ധനല്ല, ലുംബിനിയിൽ ജനിച്ച ആ സൂത്രങ്ങളൊക്കെ കൊണ്ടുവന്ന ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറയുന്ന ആ ബുദ്ധനല്ല. 5 ബുദ്ധന്മാരെന്നാണ്. ആരാണോ, അത് ഒരു പദമാണ്, ഒരാളുടെ പേരല്ല. നാസ്തികവാദം, സ്വർഗവും നരകവും ഇല്ല, ഇവിടെ ഉള്ളതല്ല ഇവിടെ തന്നെയുള്ളൂ, ഇവിടുന്ന് പോയാൽ പിന്നെ ഒന്നുമില്ല എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നാസ്തികര്. അങ്ങനെയുള്ള ജാബാലിയോട് ഭഗവാൻ കയർക്കുന്നു. പെട്ടെന്ന് തന്നെ വസിഷ്ഠൻ അതില് ഇടപെടുന്നു. വസിഷ്ഠൻ പറഞ്ഞു, അല്ലയോ രാമ, ഈ ജാബാലി വേദപണ്ഡിതനാണ്, അറിവുള്ള ആളാണ്, ജാബാലിയോട് കയർക്കുകയൊന്നും അരുത് എന്ന് പറഞ്ഞു. ഇതേ ജാബാലി തന്നെ ഭഗവാന്റെ അഭിഷേക സമയത്ത് നമുക്ക് കേൾക്കാം, ഭഗവാന്റെ പട്ടാഭിഷേകം നടക്കുന്ന സമയത്ത് ജാബാലിയൊക്കെ അതില് മുഖ്യ കാർമ്മികത്വം വഹിച്ചു എന്ന് പിന്നീട് കേൾക്കും ഇവിടെ. അങ്ങനെ ആ ഒരു സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭരതൻ വീണ്ടും പറയുന്നത്, ഇവിടെ നാസ്തികവാദത്തെയും അല്ലെങ്കിൽ ജാബാലിയും വസിഷ്ഠനും തമ്മിലുള്ള അല്ലെങ്കിൽ രാമനും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്, രാമൻ തിരിച്ചു വരണം, ഇതാണ് ആവശ്യം. അപ്പോഴാണ് വസിഷ്ഠൻ പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, രാമനെ അണിയിക്കാനും അഭിഷേകം ചെയ്യാനും ഇവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരാനും വെൺകറ്റക്കുടയും അതോടൊപ്പം തന്നെ ആനയും ഒക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുക, രാമനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ രാമന്റെ പാദുകം, ആ പാദുകത്തെ വസിഷ്ഠനാണ് നിർദ്ദേശം കൊടുക്കുന്നത്, അല്ലയോ ഭരത, രാമൻ വരുന്നില്ലെങ്കിൽ ഈ പാദുകത്തെ രാമനെ കൊണ്ട് അണിയിച്ച്
രാമനിൽ തൊട്ട് ആ പാദുകത്തെ സ്വീകരിക്കൂ. അപ്പോഴാണ് ആ ഗുരുവിന്റെ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് ആ പാദുകത്തെ രാമന് പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മണനെ കൊണ്ട് അത് എടുപ്പിക്കുന്നു. ഇതിനൊക്കെ വ്യാഖ്യാനങ്ങൾ ഗോവിന്ദരാജർ എഴുതിയിട്ടുണ്ട്. ലക്ഷ്മണൻ അത് വന്ന് എടുത്ത് രാമന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. രാമൻ അവിടെ ആ ശ്ലോകം നമ്മൾ മധ്യാഹ്നത്തിൽ അത് നടത്തി ഭംഗിയായിട്ട് ദീപാരാധനയും അഭിഷേക ജലവും ഒക്കെ നടത്തി. പാദുകാ പൂജ വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിരുന്നു ഇന്ന് മധ്യാഹ്നത്തിൽ. ഇനി ഇതുപോലെ ഇത്രയും പട്ടാഭിഷേകമുണ്ട് ഭഗവാന്റെ. എന്നിരുന്നാൽ പോലും ഒരു പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഇന്നത്തെ പാദുകാ പൂജയ്ക്കായിരുന്നു മധ്യാഹ്നത്തിൽ നടന്ന. ആ പാദുകത്തെ ഭഗവാൻ രാമൻ തന്റെ കാലിനെ തൊട്ട് ആ തൊട്ട നിമിഷം തന്നെ ആ പാദുകയെ അവിടെ നിന്നും അഭിഷേകം ചെയ്ത് വെങ്കറ്റക്കുടയും ദീപവും ഒക്കെ സഹിതം ശത്രുഘ്നനോടോ കൂടി ഭരതൻ അതിനെ എങ്ങനെയാണോ രാമനെ കൊണ്ടുവരാൻ വന്ന ആ സിംഹാസനത്തില് ആ പാദുകയെ വെച്ചു എന്നാണ്. അതെന്തുകൊണ്ട് ആ പാദുകത്തിന് ഇത്ര പ്രത്യേകത? പിന്നീട് 13 വർഷം അല്ലെങ്കിൽ 14 വർഷം അയോധ്യ ഭരിച്ചത് ആരാ? അയോധ്യ ഭരിച്ചത് ഈ പാദുകമാണ്. സിംഹാസനത്തിലിരുന്ന് വെൺകറ്റക്കുടയും ഒക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പാദുക ആണ് 4 കാര്യങ്ങൾ അവിടെ വീണ്ടും ഭരതൻ പറയും. അല്ലയോ രാമചന്ദ്ര, ഞാൻ അങ്ങയെപ്പോലെ ജടാവൽക്കലം ധരിച്ചിരിക്കൂ, അങ്ങ് കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങളെ കഴിക്കൂ. അതോടൊപ്പം തന്നെ ഈ പാദുകമായിരിക്കും ഇനി ഭരിക്കുക. പിന്നീട് പറഞ്ഞു 4ാമത് 14 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതല്ല, അന്ന് വന്നില്ലെങ്കിൽ. ഇങ്ങനെ 4 കാര്യങ്ങളെയും ഉറപ്പിച്ചുകൊണ്ടാണ് ഭരതൻ മനസ്സില്ലാ മനസ്സോടുകൂടി ആ പാദുകത്തെ കൊണ്ടുപോകുന്നത്. പാദുകത്തെ വ്യാഖ്യാതാവ് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇത്രയും പേരും ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ ഉണ്ടോ എന്ന് നമ്മളുടെ ഒരു ബന്ധുവിനെ അറിയണമെങ്കിൽ, നമ്മളെ നല്ലതുപോലെ അറിയാവുന്ന നമ്മുടെ കുടുംബാംഗത്തിൽപ്പെട്ട ഒരാൾക്ക് അറിയണമെങ്കിൽ ഇവിടെ അകത്ത് വരാതെ തന്നെ അറിയാൻ പറ്റും. എങ്ങനെ? പുറമെ നമ്മുടെ ചെരുപ്പ് കിടപ്പുണ്ടെങ്കിൽ അറിയാൻ പറ്റും അകത്ത് ആളുണ്ടെന്ന്. അതിന്റെ പ്രതീകം തന്നെയാണ് രാമൻ തന്നെയാണ് 14 വർഷവും അയോധ്യ ഭരിച്ചത്. അതാണ് പാദുകത്തിന്റെ പ്രത്യേകത, പാദുകം. അതുകൊണ്ടാണ് യോഗക്ഷേമം അവിടെ ഒരു വാചകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ആ യോഗക്ഷേമം ആ പാദുകം തന്നെ തരും എന്നൊരർത്ഥം വരുന്ന ശ്ലോകം വാൽമീകി സൂചിപ്പിക്കുന്നുണ്ട്. യോഗവും ക്ഷേമവും അത് ഈ പാദുകം ഭരിച്ച 14 വർഷവും സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാണ് അയോധ്യ. അങ്ങനെയുള്ള ആ പാദുകത്തെ പൂജിക്കുന്നവർക്ക്, അതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ അത്ര പരിചിതമല്ല. പക്ഷെ നമ്മൾ പുറമെ നമ്മളെല്ലാത്തിനും നമ്മൾ ഈ ശാസ്ത്രം പഠിച്ചു വരുമ്പോഴാണ് നമ്മളുടെ കുറെ പോരായ്മകൾ തിരിച്ചറിയുക. അത് നമ്മൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകല് ആധ്യാത്മിക വിദ്യയിൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റുള്ള സമ്പ്രദായങ്ങളെയൊക്കെ വില കുറച്ച് കാണും. പക്ഷേ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു, അത് നമ്മളുടെ ഉള്ളിൽ അറിയാതെ വന്നൊരു കാര്യമാണ്. നമ്മളെല്ലാം തികഞ്ഞവരാണ്, എല്ലാത്തിലും മുന്നിലാണെന്ന് നമ്മളിങ്ങനെ പാടി നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഭക്തി നമ്മൾ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ പാദുകത്തിന്റെ മഹത്വം നമ്മൾ അറിയണമെങ്കിൽ, നമുക്ക് പുറമേലേക്ക് പോകുമ്പോൾ, കേരളം വിട്ടു പോകുമ്പോഴാണ് ഭഗവാന് തത്തുല്യമായിട്ടാണ് അവർ പാദുകത്തെ പൂജിക്കുക. നമ്മൾ ഇന്നത് ഇവിടെ നടത്തി സാക്ഷാൽ രാമനെ തന്നെയാണ്. പാദുകം ധരിക്കുന്ന ആളെപ്പോഴും ആ പാദുകത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആ പാദുകത്തെ പൂജിച്ച ആ രാമൻ മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് നമ്മളൊരു കാര്യം കൂടി പറഞ്ഞു. ഈ പാദുകത്തെ സാക്ഷാൽ വേദാന്ത ദേശികനായിരിക്കുന്ന 12ാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന 750 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആ ദേശികൻ എന്നറിയപ്പെടുന്ന 100-ൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാത്മാവ്, അദ്ദേഹം പാദുകാ സഹസ്രം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട രാമന്റെ ഈ പാദുക സമർപ്പണത്തെ ആധാരമാക്കി രചിച്ച പാദുകാ സഹസ്രകം 1008 ശ്ലോകങ്ങൾ 3 മണിക്കൂർ കൊണ്ട് രചന നടത്തിയതാണ് മഹാത്മാവ്. അതും ആ ഒരു കൃതിയെ പിന്നീട് നമ്മൾ പറഞ്ഞ മധ്യാഹ്നത്തില് മാത്തമാറ്റിക്സിലെ വലിയൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ കൃതി. ചെസ് ബോർഡിലെ കുതിരയുടെ നീക്കത്തെ 64 കളങ്ങളിലും കുതിരയെ കൊണ്ടുവരണം, പക്ഷെ ഒരിക്കൽ കയറിയ കളത്തിൽ വീണ്ടും കയറരുത്. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു കാലഘട്ടത്തില്. നൈറ്റ് ടൂർ എന്നോ മറ്റാണ് ആ പ്രോബ്ലത്തിന്റെ പേര് വിദേശത്തുള്ളവർ കൊടുത്തിരുന്നതെന്നാണ്. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഒരുപാട് കാലം ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നു എന്നാണ് സയന്റിസ്റ്റുകൾ.
പക്ഷെ ഇവിടെ ഈ പാതുകാ സഹസ്രത്തിലെ ഈ പാതുകത്തിന്റെ മുകളിലാണ് അദ്ദേഹം ഇത് എഴുതിയതെന്നാണ്. ശ്രീരംഗത്ത് പണ്ഡിതന്മാരുടെ വെല്ലുവിളിയെ ഏറ്റെടുത്ത് അദ്ദേഹം അതിനെ അവിടെ ചിത്രപദ്ധതി എന്നാണ് അതിനെ പറയപ്പെടുക തന്നെ. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക ക്രമത്തിലാണ് ഈ പാതുകത്തില് അദ്ദേഹം ഓരോ ശ്ലോകങ്ങളും എഴുതിയത്. ഈ അക്ഷരങ്ങളെ പിന്തുടർന്ന് നമ്മളുടെ പേന തൂലിക എങ്ങനെ സഞ്ചരിക്കുന്നോ അതനുസരിച്ച് ചെസ് ബോർഡിലെ കുതിരയെ സഞ്ചരിപ്പിച്ചാൽ ഒരു കളത്തിൽ വീണ്ടും ഏറാതെ 64 കളങ്ങളിലും ഈ കുതിര പ്രവേശിക്കുന്നതാണ്. അപ്പൊ അത്രയും മഹത്തരമായിട്ടുള്ള മഹാത്മാക്കളാണ് ഈ പറയുന്ന ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും നിരവധി സ്തോത്രങ്ങളും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്തത്. നമ്മളുടെ മഹത്വത്തെ നമ്മൾ തിരിച്ചറിയുക. പിന്നീട് ആ പാതുകത്തെ സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് അയോധ്യയിലേക്ക് പോയി നന്ദിഗ്രാമില് പിന്നീട് ചെന്നുകൊണ്ട് ഗുരുനാഥന്റെ അനുഗ്രഹം വസിഷ്ഠന്റെ അനുമതിയോടുകൂടി നന്ദിഗ്രാമത്തിൽ ഇരുന്ന് അവിടെ ഒരു വനവാസത്തിൽ എങ്ങനെയാണോ രാമൻ അനുഷ്ഠിച്ചത് അതിനേക്കാൾ വലിയ ഒരു കാര്യം അവിടെ ഭരതൻ ചെയ്തു. എല്ലാ സുഖ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ടും അതിനെ ത്യജിച്ച മഹാത്യാഗം ചെയ്തു ഭരതൻ. അതാണ് ഭാരം ചുമക്കുന്നവൻ ഭരതൻ. വാൽമീകി രാമായണത്തിന്റെ 3-ാമത് ദിനം ഈ ഭരതന്റെ മഹത്വത്തെ വിളിച്ചോതുന്നതാണ്. ഭക്തന്മാരുടെ മഹത്വത്തെ, ഭക്തിയുടെ മഹത്വത്തെ. ഇന്നലെ നമ്മൾ ശത്രുഘ്നന്റെ കാര്യം ആണ് സൂചിപ്പിച്ചത്, ഇന്ന് ഭരതന്റെ. പിന്നീട് ആരണ്യകാന്ഡം, അയോധ്യാകാന്ഡം അവിടെ പരിപൂർണമായി ആരണ്യകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ആദ്യം തന്നെ വിരാധ വധം, ചിത്രകൂടം ഉപേക്ഷിച്ച് ഇനിയും ഒരുപക്ഷെ തിരിച്ചു വന്നാലോ, അയോധ്യയിൽ നിന്ന് ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാം ചിത്രകൂടത്തിലേക്ക്. മാത്രമല്ല ഇവിടെയൊന്നും രാക്ഷസന്മാരെ ഒന്നും കാണാനുമില്ല. അതുകൊണ്ട് ദണ്ഡകാരണ്യം ഉൾക്കാട്ടിലേക്ക് പോകാം എന്ന് തീരുമാനിച്ച് രാമനും ലക്ഷ്മണനും സീതയും കൂടി ദണ്ഡകാരണ്യം, അവിടെയും സൂചിപ്പിക്കുന്ന എന്താ, ദണ്ഡകൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന ഒരു നാടായിരുന്നു. പിന്നീട് ശുക്രമഹർഷിയാൽ ശാപം ലഭിച്ചു, നാട് കാടായി മാറി. അതുകൊണ്ട് അതിന് ദണ്ഡകാരണ്യം എന്ന പേര് വന്നു എന്നാണ്. അവിടെ ചെല്ലുമ്പോഴാണ് വിരാധനെ ആദ്യം കണ്ടുമുട്ടുന്നതും. പിന്നീട് ആ വിരാധവധം, ഗന്ധർവനായിരുന്ന തുമ്പുരു ആയിരുന്നു വിരാധനായിരുന്നത്. ആ വിരാധൻ മാർഗങ്ങളെ പറഞ്ഞു കൊടുക്കുന്നു, ശരഭംഗ മഹർഷി മുതല് പിന്നീട് അങ്ങോട്ട് ആ ഋഷിവര്യന്മാരുടെ ആശ്രമങ്ങളിലൂടെ ആ രാമനും ലക്ഷ്മണനും സീതയും സഞ്ചരിക്കുന്നു. അങ്ങനെ നമ്മളും ആ കഥകളിലൂടെയും അല്ലെങ്കിൽ ഇവിടെ പാരായണം ചെയ്യുന്നതുമൊക്കെ ആ രാമചന്ദ്രൻ, അത് ഇന്ന് നമ്മളുടെ ഈ യജ്ഞവേദിയിൽ തന്നെ ഒരു അനുഭവം, തീർച്ചയായിട്ടും വലിയൊരു അനുഭവം അകത്തിരിക്കുന്ന ശ്രീരാമസ്വാമി തന്നു. ഇന്ന് ഖരവധത്തിലാണ് ഭഗവാന്റെ ആ പാരായണം ഇന്ന് സമർപ്പിച്ചത്. അത് ബോധപൂർവം സമർപ്പിച്ചതുമല്ല. നമ്മളെല്ലാ അധ്യായങ്ങളും ഒന്നും വാൽമീകി രാമായണമൊന്നും നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ പഠിച്ചിട്ടോ നോക്കിയിട്ടോ ഇല്ല. നമ്മളെ സംബന്ധിച്ചും അതിൽ കുറെ അറിവുകുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ 29-ാമത്തെ അധ്യായം പാരായണം ചെയ്തു, അത് ഇവിടെ നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ നോക്കാതെ പറഞ്ഞു, ഒരധ്യായം കൂടി അത് വായിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം ഒരധ്യായം കൂടി വായിച്ചു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്, അത് ആ ഖരവധമായിരുന്നു. അപ്പൊ അതുകൂടി ഇന്ന് ഓർമ്മിപ്പിച്ചത്, പ്രചോദിപ്പിച്ചത് സാക്ഷാൽ ശ്രീലകത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ്. അതൊരു വളരെ മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായിട്ട് മാറി. നമ്മളിവിടെ ആരും ഇല്ലെങ്കിൽ പോലും ഇവിടെ പാരായണം ചെയ്യുന്നത് അകത്തിരിക്കുന്ന ആ രാമചന്ദ്രസ്വാമി നമ്മളിൽ ഒരാളായിട്ടിരുന്ന്, ആദ്യ ദിനം പറഞ്ഞു, നമ്മളിൽ ഒരാളായിട്ടിരുന്ന് ഇവിടെ ഈ പാരായണം ചെയ്യുന്ന വാൽമീകി രാമായണം രാമചന്ദ്രൻ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ആ വാൽമീകി രാമായണത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് രാമചന്ദ്രനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ദീപാരാധന വേളയിലേക്ക് നമുക്ക് കടക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് കുറച്ച് സമയം കൂടി നാളത്തെ കാര്യങ്ങളും പിന്നീട് ആരണ്യകാന്ഡത്തിലെ കാര്യങ്ങളെയും സൂചിപ്പിച്ച് ഇന്നത്തേക്ക് പിരിയാം. രാമ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരേ വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സംസ്ഥിതം അഗ്രേ വാചയന്തി പ്രപഞ്ചനസുതോ തത്വം മുനിഭിഃ പരം വ്യാഖ്യാന്തം വരദാദിഭിः പരിവൃതം രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുധാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുധാ ശത്രുഘ്നോ ഭരതാശ പാർഷദലയോ വായുയാത്രികോണേഷു ജാ സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ
മധ്യേ നീലസരോരുഹകോമളരുചിം രാമം ഭജേ ശ്യാമളം സപ്തപ്രാകാര മധ്യേ സരസിജനലയേ ഭാസമാനേ വിമാനേ കാവേരീ മധ്യദേശേ ശേഷശയ്യാ വിഭൂതേ ശയാനപരിഗൃഹിതം ഭോഗി മധ്യേ ശയാനം നിദ്രാമുദ്രാഭിരാമം കടിനികടശിര പാർശ്വവിന്യസ്തഹസ്തം ചിരദ്ദിതപദം പരമാ പത്മാധാത്രികരാഭ്യം പരീരംഗനാഥം വജേഹം ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനം ഹയഗ്രീവമുപാസ്മരേൽ കവിതാർഹിക സിംഹായ കല്യാണഗുണശാലിനേ ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്ത ഗുരവേ നമഃ. രാമാനുജദയാപാത്രം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്തദേശികായ നമഃ. ശ്രീരാമചന്ദ്രന്റെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രകരണമാണ് നമ്മളിപ്പോ കേട്ടതും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചതും. ഭരതൻ തൻ്റെ അമ്മയായിരിക്കുന്ന ആ കൈകേയി മൂലമാണ് രാമൻ വനവാസത്തിന് തയ്യാറാകേണ്ടി വന്നത് എന്നുള്ള ഒരു കുറ്റബോധം എപ്പോഴും ഭരതനില് ഉണ്ടായിരുന്നു എന്നാണ്. നമ്മൾ അധ്യാത്മ രാമായണം കേട്ട് പരിചിതമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വാൽമീകി രാമായണത്തിന്റെ വളരെ ആഴത്തിലുള്ള രാമകഥയെ ഒരുപക്ഷെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടായിരിക്കില്ല. അതിനുള്ള സാഹചര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടാകിരിക്കില്ല. കാരണം വളരെ അപൂർവമായിട്ടാണ് വാൽമീകി രാമായണം നടക്കപ്പെടുന്നത്. ഇതിഹാസ ശ്രേഷ്ഠം വാൽമീകി രാമായണം എന്നാണ്. ആദ്യമായിട്ട് എഴുതപ്പെട്ട കാവ്യമാണ്. ഏകദേശം 17 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് സൂചന ആചാര്യന്മാർ പറയപ്പെടുക. 18 പുരാണങ്ങളും അതോടൊപ്പം തന്നെ വേദങ്ങളിൽ നിന്നാണ് പുരാണങ്ങളിൽ നിന്നാണ് ഉപനിഷത്ത്, പിന്നീടാണ് ഇതിഹാസങ്ങള്. നമ്മൾ സൂചിപ്പിച്ചു രാമായണത്തിന്റെ ഒരിക്കൽ കൂടി ആ വാൽമീകി രാമായണത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ പറയുകയാണ്. അവിടെ യജുർവേദത്തിൽ നിന്നുള്ള രാ എന്ന അക്ഷരവും അതോടൊപ്പം തന്നെ ഋഗ്വേദത്തിന്റെ രായും യജുർവേദത്തിന്റെയും അതോടൊപ്പം സാമവേദത്തിന്റെയും അഥർവണവേദത്തിന്റെയും രാമായണം, ഈ 4 അക്ഷരങ്ങളും 4 വേദങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന വാൽമീകി രാമായണം പാരായണം നടക്കപ്പെടുന്നത് വേദജപം തന്നെയാണ്. നമ്മൾ ത്രിവേദ ലക്ഷാർച്ചന നടത്തി 1,000 തവണ. ഇത് നമ്മൾ 4 വേദവും വാൽമീകിയാൽ രചിക്കപ്പെട്ട അന്തർലീനമായിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും ഏത് പുരാണവും അല്ലെങ്കിൽ ഏത് സ്തോത്രത്തിന്റെ ഉള്ളിലും നമ്മൾ അറിയാത്ത നിരവധി മന്ത്രങ്ങൾ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. നമ്മളൊക്കെ നിത്യം പാരായണം ചെയ്യുന്ന ദേവീ മഹാത്മ്യത്തിലൊക്കെ ഗൂഢമന്ത്രങ്ങളുണ്ട് ദേവിയുടെ 700 ശ്ലോകങ്ങളിലായിട്ട്. അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയിലും 700. ഇവിടെ 7 എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യ. 7 കാണ്ഡങ്ങളായിട്ട് 647 സർഗങ്ങളായിട്ട് ആ വാൽമീകി എഴുതിയ 24,253 ശ്ലോകങ്ങൾ, 24,000 ശ്ലോകങ്ങൾ. അത് ഗായത്രി മന്ത്രം അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഗായത്രി രാമായണം എന്നാണ് വാൽമീകി രാമായണത്തിന് മറ്റൊരു പേര്. സൂചിപ്പിച്ചിരുന്നു. ആദ്യ ശ്ലോകം തപസ്വാധ്യായ നിരതം തത് സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ആ ഗായത്രി മന്ത്രത്തിന്റെ 24 അക്ഷരത്തിന് ഓരോ അക്ഷരത്തിനും 1000 ശ്ലോകങ്ങൾ. 24,000 ശ്ലോകങ്ങളാണ് ഗായത്രി രാമായണം എന്നറിയപ്പെടുന്ന വാൽമീകി രാമായണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അധ്യാത്മ രാമായണം കേട്ടാൽ ഒരുപക്ഷെ കേട്ട് പരിചിതമായ നമ്മൾക്കും അതോടൊപ്പം തന്നെ കഥകളും സീരിയലുകളും രാമായണവും ഒക്കെ സീരിയലൊക്കെ ആയിട്ടാണ് നമ്മളുടെ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയത്. എപ്പോഴും നമ്മളെ സംബന്ധിച്ച് രാമൻ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു നായകന്റെ പരിവേഷവും രാവണനും അതോടൊപ്പം തന്നെ മറ്റ് പല കഥാപാത്രങ്ങളും ആ രാമനെ എതിർക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അല്ലെങ്കിൽ പ്രതിനായകന്മാരൊക്കെ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും ഓരോ കഥാപാത്രങ്ങളുടെയും മഹത്വത്തെ മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മളത് ചർച്ച ചെയ്തു. കൈകേയിയെ ഒരു തരത്തിലും നമുക്ക് തെറ്റു പറയാൻ സാധ്യമല്ല. ഇപ്പോഴത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു അരമണിക്കൂർ മുമ്പ് കേട്ടു. ഭരതൻ ഇങ്ങനെ വിലപിക്കുമ്പോ പറയും, അല്ലയോ ഭരത, കൈകേയിയെ ഒരു തരത്തിലും, അമ്മയെ കൈകേയി മാതാവിനെ ഒരു തരത്തിലും ദേഷിക്കരുത്.
അമ്മ ചെയ്തത് അമ്മയുടെ ധർമ്മമാണ്. വിവാഹ സമയത്ത് കന്യാശുൽക്കം രാമൻ പറയുന്നു ഭരതനോട്, നമ്മുടെ അച്ഛൻ പണ്ട് വാക്ക് പറഞ്ഞിട്ടുള്ളതാണ്, കൈകേയിയിൽ നിന്നും ജനിക്കുന്ന പുത്രൻ അയോധ്യയുടെ രാജാവാകുമെന്ന് സമ്മതിച്ചതാണ്. അപ്പൊ അച്ഛന്റെ വാക്കിനെ പരിപൂർണമാക്കേണ്ട ഉത്തരവാദിത്തം മക്കളായ നമുക്കില്ലേ ഭരത എന്ന് ചോദിക്കും. അങ്ങനെ അമ്മയെ ഒരു തരത്തിലും അപ്പോഴൊക്കെ അമ്മയോട് ആ വിരോധം ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, നമ്മൾ ഇന്നലെയും പറഞ്ഞു, പലരും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുക, കൈകേയി 2 വരം വാങ്ങിച്ചു. ആ 2 വരം വാങ്ങിക്കാൻ ഭരതൻ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടെ അഭിഷേകം നടത്തണമെന്ന് പറയപ്പെടുന്നു ദശരഥൻ. കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭരതൻ ഉണ്ടായാൽ എങ്ങനെ ഭരതൻ പ്രതികരിക്കുമെന്ന് സംശയമാണ്. മാതുല ഗ്രഹത്തിലേക്ക് അമ്മാവന്റെ വീട്ടില് ചെന്നു, അപ്പോഴായിരിക്കും കാര്യങ്ങൾ ഭരതൻ അറിയുക എന്നാണ് ധരിച്ചത്. പക്ഷെ അവരും പറഞ്ഞിരുന്നില്ല എന്നാണ്. രാമനും പറയുമ്പോഴാണ് ഈ കന്യാശുൽക്കത്തെ കുറിച്ച് ഭരതനും അറിയുന്നത്. പക്ഷെ കൈകേയിയുടെയും മന്ധരയുടെയും ഒക്കെ ധാരണ, ഭരതൻ ഇത് അറിഞ്ഞു വന്നാൽ ഇവിടെ രാമൻ അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുമ്പോ നമ്മളുടെ കുടുംബത്തിൽ ഒരു തമ്മിത്തല്ല്, അധികാര തർക്കം വേണ്ട എന്ന് തീരുമാനിച്ച് ആദ്യം തന്നെ യുവരാജാവായിട്ട് രാമൻ അഭിഷേകം ചെയ്യാമെന്ന ദശരഥൻ തീരുമാനിച്ചത്. പക്ഷേ ഭരതൻ ഭക്തോത്തമനാണ് എന്ന് പിന്നീട് അവർക്ക് പോലും മനസ്സിലാകാത്ത ആളായിരുന്നു ഭരതൻ. ഭാരാത നമ്മൾ പറഞ്ഞു, ഭാവരാഗതാളം എന്ന് ഒരു തരത്തിൽ പറയാം. മറ്റൊരു തരത്തില് ഭ എന്ന് പറയുന്ന ശബ്ദം വെളിച്ചം. ഭാരതീയര് എന്ന് നമ്മൾ അഭിമാനിക്കുന്നതിന്റെ കാരണം ലോകത്തിന് മുഴുവൻ പ്രകാശത്തെ കൊടുക്കുന്നവര്, പ്രകാശത്തെ എപ്പോഴും ആരാധിക്കുന്നവര് ഭാരതീയര്. വെളിച്ചം, അറിവ്. അപ്പൊ നമ്മൾ ഇന്ന് കണക്കാക്കുന്ന ഒരു അതിർത്തി നിശ്ചയിച്ച് ഈ പരിധിക്കുള്ള ഭൂമി അല്ല ഭാരതം. അത് മാത്രമല്ല, എവിടെയൊക്കെ ഈശ്വരപരമായിട്ടുള്ള ജ്ഞാനത്തെ നേടുന്ന അറിവിനെ ആശ്രയിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഭാരതീയരാണ്. അതുതന്നെയാണ് എപ്പോഴും നമ്മളുടെ മഹത്തുക്കളായിട്ടുള്ള ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നവരൊക്കെ എപ്പോഴും പറയുന്നത്, ഇതൊരു ഭൂമി സംബന്ധമായിട്ട് അളന്നെടുത്ത ഒരു ഭൂമിയുടെ പേരല്ല ഭാരതം. അറിവിനെ ആഗ്രഹിക്കുന്നവര്, അറിവിനെ ഉപാസിക്കുന്നവരാണ് ഭാരതീയര്. അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ സത്വം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ് നമ്മളുടെ യഥാർത്ഥ കൈമുതൽ, യഥാർത്ഥ ശക്തി. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. ഒരു കാലഘട്ടത്തില് സ്വാതന്ത്ര്യാനന്തരം ഇവിടെയുള്ള പല ഗ്രന്ഥങ്ങളും നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടതല്ല, വിദേശ രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നും ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടിയ മുറയ്ക്ക് തിരിച്ചയക്കപ്പെട്ടത് ഇവിടെ നിന്നുള്ള അമൂല്യ ഗ്രന്ഥങ്ങളാണ്. പിന്നീട് അതിന്ന് ഇംഗ്ലീഷിൽ തർജ്ജമയിലൂടെ അതൊക്കെ നമുക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. നമ്മളൊക്കെ അത് നോക്കിയാണ് ഇപ്പോ, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ട് ഒരു ഗുണം, അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പണ്ടുള്ള ആ വ്യാഖ്യാനങ്ങൾ ഇന്ന് കിട്ടും. പക്ഷെ മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒന്നും ഇന്ന് നമുക്കത് ലഭ്യമല്ല. നിരവധി ഗ്രന്ഥങ്ങളാണ് ഋഷിവര്യന്മാര്, ആചാര്യന്മാര് ഒരുപാട് കാലവുമായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ആ സംസ്കാരത്തിന്റെ പ്രതീകം ആ ഭരതൻ തന്റെ ആ ജ്യേഷ്ഠനെ പ്രണമിക്കുന്നു, തിരിച്ചു വരാനൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ അതിനൊന്നും ആ ശ്രീരാമചന്ദ്രൻ ധർമ്മം പറഞ്ഞു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാഭ പ്രകൃതേ സ്വഭാവാൽ എന്ന് ഭാഗവതം പറയുന്ന അതേ കാര്യം രാമൻ ഇവിടെ പറയുന്നു ഭരതനോട്. 3 തരത്തിലാണ് തെറ്റുകൾ ചെയ്യുന്നത്. ഒന്ന് വാക്കുകളെ കൊണ്ട്, ഒന്ന് ചിന്തകളെ കൊണ്ട്, ഒന്ന് കർമ്മങ്ങളെ കൊണ്ട്. ഇങ്ങനെ 3 തരത്തിലാണ് മനുഷ്യര് തെറ്റ് ചെയ്യുന്നത് ഭരത. ആ തെറ്റിനെ ഇല്ലാതാക്കാൻ സദാസമയവും ആ അറിവിനെ നേടണം. ഇന്നലെ ഭരതൻ ശത്രുഘ്നനോട് പറഞ്ഞത് നമ്മൾ സൂചിപ്പിച്ചു. മന്ധരയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ഭരതൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മന്ധരയല്ല കുറ്റക്കാരി, മന്ധര ചെയ്തത് ഒരു ദാസിയുടെ ജോലിയാണ്. കൈകേയി അല്ല കുറ്റക്കാരി. കൈകേയി ആ മാതാവ് തന്റെ ആ ഭർത്താവിന്, തന്റെ അച്ഛൻ കൊടുത്ത വാക്കിന്, അച്ഛന്റെ വാക്ക്, ഭർത്താവിന്റെ വാക്ക്, തന്റെ മകനോടുള്ള സ്നേഹം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു രാമനെ. എന്തുകൊണ്ട് 14 വർഷം കാനനവാസത്തിന് വിധിച്ചു? 12 വർഷമായിട്ട് ഭരതൻ അവിടെ ഇല്ല. ഒരു വ്യാഴവട്ടക്കാലം അയോധ്യയിൽ ഭരതനും ശത്രുഘ്നനും ഇല്ല. അപ്പൊ സുപ്രഭാതത്തില് ഭരതന് രാജ്യം ലഭിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, രാമന്റെ പുറകെ പോവും. അതുകൊണ്ട് ജനങ്ങള് ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും മറന്നുകൊണ്ട് ഭരതനെ രാജാവായിട്ട് അംഗീകരിക്കണം. നമ്മളും അങ്ങനെയാണല്ലോ, ഒരു കാര്യം കുറെ കാലം ആവർത്തിച്ചാൽ നമ്മൾ അതുമായിട്ട് ശീലപ്പെടും. അങ്ങനെ ആ 14 വർഷത്തെ വനവാസത്തിന് പുറപ്പെട്ടതും ദശരഥന്റെ ചർമ്മഗതിയൊക്കെ നമ്മൾ അറിഞ്ഞു. ഭരതൻ കൂട്ടിക്കൊണ്ടുവരാൻ വന്നു. ആ സന്ദർഭമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അവിടെ ആ വംശപരമ്പരയൊക്കെ വളരെ ഭംഗിയായിട്ട് വസിഷ്ഠ മഹർ, ജാബാലി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ജാബാലി എന്ന് പറയും.
8 മന്ത്രിമാര് നമ്മുടെ അവരുടെ പേരൊക്കെ പറഞ്ഞിരുന്നു. അതില് വസിഷ്ഠനെ പോലെയുള്ള ഋഷിവര്യന്മാര് മറ്റ് ആളുകളുണ്ട്. അതിൽ ജാബാലി എന്നറിയപ്പെടുന്ന ആ ഒരു വേദ പണ്ഡിതനാണ്. പക്ഷെ നാസ്തികവാദം രാമായണത്തിൽ വാൽമീകി സൂചിപ്പിച്ചു. ബുദ്ധവാദം. എന്താ ബുദ്ധൻ എന്ന് പറഞ്ഞത് ഒരു പേരല്ല. നമ്മളൊക്കെ പഠിച്ചത് ഗൗതമ ബുദ്ധനെ മാത്രമാണ്. അത് 5ാമത് വരുന്ന ബുദ്ധൻ എന്നാണ്. നാസ്തികവാദം, ജീവൻ ഈ ശരീരം ഉപേക്ഷിച്ചാൽ പിന്നെ ഒന്നുമില്ല, പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെയാണ്, ജീവിച്ചിരിക്കുമ്പോഴാണ് നോക്കേണ്ടത്, ജീവിച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഈ ശരീരം പഞ്ചഭൂതാത്മകമായി മാറിയ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരാണ് നാസ്തികര്. അത് ജാബാലി ഇവിടെ പറയും. അച്ഛന്റെ വാക്ക് പരിപാലിക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല രാമ, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഉമ്മ എന്ന നരകത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നു എന്നൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് ജാബാലി പറയുമ്പോ ഇതുവരെ ക്രുദ്ധഭാവം എടുക്കാത്ത രാമൻ വളരെ തീക്ഷണമായിട്ട് ക്രുദ്ധഭാവത്തോടുകൂടി ജാബാലിയെ നോക്കി പറയും, എന്റെ അച്ഛനായ ദശരഥൻ സത്യധർമ്മനാണ്, ധർമ്മരാജനാണ്. അങ്ങനെയുള്ള ദശരഥൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ അങ്ങേ പോലുള്ള ഒരാളെ ഈ ഇതുപോലെയുള്ള ഉന്നത സ്ഥാനത്തില് കയറ്റിയിരുത്തി. അപ്പോൾ വസിഷ്ഠൻ അതിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറയും, രാമ അങ്ങനെ ജാബാലിയെ ഭർഷിക്കണ്ട, ജാബാലിക്ക് അറിവുള്ള ആളാണ്. ജാബാലി തന്നെ മുന്നിലേക്ക് വന്ന് പറയും, ഭഗവാനെ ഞാനിങ്ങനെയൊക്കെ പറയും, പക്ഷേ എൻ്റെ വേദം പഠിച്ച ആളാണ് ഞാൻ, എൻ്റെ കർമ്മം അനുഷ്ഠിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ളവരെ കാണാം. അവർ പറയുന്നത് മുഴുവൻ ഈശ്വരനിന്ദയും ഈശ്വര നിഷിദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അവരും അവരുടെ കുടുംബവും ഇതൊക്കെ ഭംഗിയായിട്ട് ആചരിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഇന്നും കാണുന്നു ഈ ജാബാലിമാരെ നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ ജാബാലിയുടെ ആ ഒരു കാര്യത്തെ ആണ് എന്തുകൊണ്ട് അവിടെ എടുത്തു പറഞ്ഞത്. ഇതുവരെ രാമൻ ഭാവം അറിയില്ല എന്നാണ്. രാജാവാകൂ എന്ന് പറഞ്ഞപ്പോഴും നാളെ വനവാസത്തിന് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോഴും ഒരു ഭാവവും ഇല്ലാതിരുന്ന, മാറ്റമില്ലാതിരുന്ന രാമചന്ദ്രന് ഇവിടെ ക്രോധം വന്നു ഈശ്വര നിഷേധ കാര്യങ്ങൾ പറഞ്ഞപ്പോ. അതിനെ സൂചിപ്പിക്കാൻ കൂടി ആയിരിക്കാം വാൽമീകി അവിടെ അതിനെ വെച്ചത്. പിന്നീടാണ് ആ പാതുകത്തെ അവിടെ അണിഞ്ഞത്, അല്ലെങ്കിൽ പാതുകത്തെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞ് പാതുകത്തെ എടുത്തുകൊണ്ടുവന്ന് ആ പാതുകത്തിലെ തന്റെ പാദത്തെ സ്പർശിച്ചു. വളരെ വിശേഷപ്പെട്ട ഒരു രംഗം. അത് അവിടെ സൂചിപ്പിക്കുന്നത് അതിരോഹാര്യ പാദാദ്യം പാതുകേ ഹേമഭൂഷിതേ ഏതേഹി സർവലോകസ്യ യോഗക്ഷേമം വിദാസ്യത എന്നാണ്. ലോകക്ഷേമത്തിന് വേണ്ടി പാതുകത്തെ തന്റെ പാദങ്ങളെ കൊണ്ട് സ്പർശിച്ചു രാമൻ. ഇതിനെക്കുറിച്ച് ഒരു 750 വർഷങ്ങൾക്ക് മുമ്പ് വളരെ വിശേഷപ്പെട്ട മഹാപണ്ഡിതനായിരുന്ന, എന്തിനാണ് അദ്ദേഹത്തെ കുറിച്ച് സൂചന തന്നെ, കവിതാർഹിക സിംഹായ എന്നാണ്. കവിതകളിലിരിക്കുന്നതിൽ സിംഹമായിരുന്ന കവിതാർഹിക സിംഹായ കല്യാണ ഗുണശാലിനെ ശ്രീമദ് വെങ്കിടനാഥാര്യ വന്ദേ വേദാന്ത ദേശിക. രാമാനുജരുടെ ഒക്കെ 10ാം നൂറ്റാണ്ടിലാണ് രാമാനുജരുടെ കാലം. 12ാം നൂറ്റാണ്ടിലാണ് രാമാനുജരുടെ ശിഷ്യനായ കൂരത്താഴ്വാര്. പിന്നീട് ആ പരമ്പരയിൽ വന്നപ്പോ 12ാം നൂറ്റാണ്ടില് ജനിച്ച ആളാണ് ദേശികൻ. ഇപ്പൊ 750 വർഷം ഒക്കെ പഴക്കമുണ്ട്. നമ്മുടെ രാമായണം എടുക്കുമ്പോഴോ അധ്യാത്മ രാമായണം അല്ലെങ്കിൽ ഭാഗവതം ആ ഭാഗവതം എഴുത്തച്ഛനെഴുതിയ കിളിപ്പാട്ട് ഭാഗവതത്തിൽ എടുക്കുമ്പോഴൊക്കെ സൂചനയുണ്ട്. ദേശികനെ കുറിച്ച് ആദ്യം വന്ദിക്കും. ആ ദേശികൻ പാതുകാ സഹസ്രം എന്നറിയപ്പെടുന്ന 1008 നാമങ്ങളിൽ രാമന്റെ ഈ പാതുകാ സമർപ്പണത്തെ കുറിച്ച് രചിച്ചിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് പാതുകാ സഹസ്രകം. അത് എഴുതിയത് 3 മണിക്കൂർ കൊണ്ടെന്നാണ്. അതും പറയുന്നു, ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവവിദ്യാനം ഹയഗ്രീവ ഉപാസ്മരയിൽ. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഹയഗ്രീവ സ്തോത്രത്തിന്റെ രചയിതാവാണ് ദേശികൻ. ദേശികന്റെ ചരിത്രം തന്നെ ഭക്തി നമ്മളിലേക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. ഗുരുവാണ് ആ ദേശികൻ. വളരെ കാലം വളരെ വിശേഷപ്പെട്ട, ഇന്ന് തമിഴ്നാട്ടിലുള്ള വളരെ വിശേഷപ്പെട്ട ഒരു പുണ്യസ്ഥലം. ആ പുണ്യസ്ഥലത്ത് ഗരുഡനെ തപസ് ചെയ്തു എന്നാണ്. ഗരുഡൻ ഒരിക്കല് വന്ന്
അനുഗ്രഹിച്ച് പറഞ്ഞു, അങ്ങക്ക് നല്ല രീതിയിൽ അറിവ് നേടാൻ ഹയഗ്രീവനെ ഉപാസിക്കണം. അങ്ങനെ ഒരു ഹയഗ്രീവ സ്തോത്രത്തെ ഗരുഡൻ പറഞ്ഞു കൊടുത്തു എന്നാണ്. അതാണ് ജ്ഞാനാനന്ദമയം ദേവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവവിദ്യാനം ഹയഗ്രീവം ഉപാസ്മരയിൽ. ഈ ഹയഗ്രീവമൂർത്തിയുടെ ധ്യാനം വളരെ 34 ശ്ലോകങ്ങളാണ്. ഇത് ചെറുപ്പത്തിലെ പഠിച്ചാൽ, പഠിച്ചിട്ടുള്ളവർ പറയുന്നത് അവരുടെ ബുദ്ധി വളരെയേറെ കൂർമ്മതയുള്ളതാണെന്നാണ്. കുട്ടിക്കാലത്തെ ചെറിയ കുട്ടികളെ ഈ 34 ശ്ലോകങ്ങൾ പഠിപ്പിച്ചാൽ പിന്നീട് എന്തും അവരൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യും. ശ്രീരംഗത്തെ സന്നിധിയിൽ വെച്ച ഒരിക്കല് ഈ ദേശികനെ വെല്ലുവിളിച്ചു പണ്ഡിതന്മാര്. ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടാണ് ഇദ്ദേഹം 1008 നാമങ്ങള് ഈ പാതുകങ്ങളെ കുറിച്ച് 3 മണിക്കൂർ കൊണ്ട് രചന നടത്തി അത്ഭുതം സൃഷ്ടിച്ച മഹാത്മാവാണ് അദ്ദേഹം. ആ ഗ്രന്ഥത്തെയൊക്കെ അത് തന്നെ യജ്ഞമായിട്ട് നടത്തപ്പെടാറുണ്ട് തമിഴ്നാട്ടിലൊക്കെ. അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാതുകത്തിന്റെ മഹാത്മ്യം. അതിന്റെ തുടക്ക ശ്ലോകം തന്നെ ശ്രീരംഗ പൃഥ്വീശ ശരണത്രാണശേഖര ജയന്തി ഭുവനത്രാണ പദപങ്കജരേണവേ എന്നാണ് അതിന്റെ ആരംഭ ശ്ലോകം തന്നെ. അങ്ങനെയുള്ള പാതുകാ സഹസ്രകം ഇതിന് മാത്തമാറ്റിക്സ് ആയിട്ട് വളരെ ഒരു ബന്ധവും കൂടിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ട് വരെ ഈ ചെസ് എന്നറിയപ്പെടുന്ന 64 കളങ്ങളുള്ള ഒരു കളിയുണ്ടല്ലോ, മത്സരം ചെസ്. ഇതിലെ ഈ കുതിരയെ, അതറിയുന്നവർക്കറിയാം, കുതിരയെ നീക്കാൻ ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ മാത്രമേ കുതിരയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരിക്കലും ഒരു വലിയ ഒരു ചോദ്യം ഉണ്ടായതാണ്. അത് ഇംഗ്ലീഷിൽ അതിന്റെ പേര് നൈറ്റ്, കെ തുടങ്ങുന്ന നൈറ്റ് ടൂർ എന്നറിയപ്പെടുന്ന ഒരു സംശയം വിദേശ ആളുകൾക്കുണ്ടായി. വിദേശത്തിലുള്ളവർക്ക് വലിയൊരു ചോദ്യം ഉണ്ടായതാണ്. ഈ ഒരിക്കൽ പ്രവേശിക്കാത്ത കളത്തിൽ പ്രവേശിക്കാതെ ഒരു കുതിരയെ 64 കളങ്ങളിലൂടെ സഞ്ചരിപ്പിക്കണം. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ഉത്തരം കിട്ടാതെ നടന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഈ മഹാത്മാവായിരിക്കുന്ന ദേശികൻ എഴുതിയ 1008 പാതുകാ സഹസ്രത്തിലെ ശ്ലോകങ്ങളെ ഒരു പ്രത്യേക ക്രമത്തിൽ അടയാളപ്പെടുത്തിയാൽ ആ ഓരോ അക്ഷരത്തിന്റെ പുറകയിലൂടെയും ഈ കുതിരയെ സഞ്ചരിപ്പിച്ചാൽ ഇത് അനായാസം ഇതിനെ താണ്ടാന്നാണ്. അത്രയേറെ കഴിവുള്ള മഹാത്മാക്കളാണ് നമ്മളുടെ ഈ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്നത്. 750 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് പാതുകാ സഹസ്രകം. വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. എപ്പോഴെങ്കിലും നമുക്കത് കേൾക്കുമ്പോൾ ഈ അവസരത്തിൽ അത് ഓർക്കുക. ഇവിടെ ആ ചിത്ര പദ്ധതി എന്നാണ് അതിന്റെ പേരും. ഈ ഒരു കർമ്മത്തെ, ഈ ഒരു ക്രിയയെ പിന്നീട് ഇദ്ദേഹം ഭക്തിയിലൂടെ എഴുതിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ കുതിരയെ, അതിനും പറയുന്നു ഇദ്ദേഹം ഹയഗ്രീവ ഉപാസകനായതുകൊണ്ട് തന്നെ ആ കുതിരയെ മുൻനിർത്തി, കുതിരത്തലയോടുകൂടിയ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിലെ എപ്പോഴും അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു എന്നാണ്. യാദവാഭ്യുദയം ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വളരെ വിശേഷപ്പെട്ട അമൂല്യമായ ഒരു ഗ്രന്ഥമാണ്. ഭാഗവതത്തെക്കാൾ കൂടുതൽ ആഴുന്ന കഥകൾ അതിലുണ്ട്. യാദവാഭ്യുദയം വളരെ ശ്രേഷ്ഠമാണ്. ഏതായാലും ആ വേദാന്ത ദേശികനെ പാതുകാ പൂജ നടത്തിയ അവസരത്തിൽ ഒന്ന് സ്മരിക്കുന്നു. ഇനി രാമായണത്തിൽ തന്നെ മറ്റൊരു സന്ദർഭം പറയും. എന്താണ് ഈ അഭിഷേകത്തിന്റെ പ്രാധാന്യം? നമ്മൾ പല ആവർത്തി അത് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ജലം എടുത്തിട്ടാണ് സങ്കല്പം ചൊല്ലി കൊടുക്കുക, അർഘ്യം കൊടുക്കുക. ജലത്തിന് മെമ്മറി പവർ ഉണ്ട്. അതുകൊണ്ടാണ് ജലം എത്ര കാലം കഴിഞ്ഞ് വറ്റി വരണ്ടാലും പിന്നീട് ഒരു സമയത്ത് വെള്ളം വരുമ്പോൾ അതിന്റെ വഴി അറിയാന്ന് പറയുന്നത്. ജലത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗംഗാജലം പൂജ കഴിക്കുന്നവർക്കറിയാം. പൂജയില് ഗംഗാജലം, വെറും ജലത്തെ, സപ്തനദികളെ തൊട്ട് പ്രാർത്ഥിച്ചാൽ സാന്നിധ്യം വന്നു എന്നാണ് ജലത്തിന്. അത് തന്നെയാണ് ചില മരുന്നുകളെ സംബന്ധിച്ചും ശാസ്ത്രം പറയുന്നത്. അതിനെ നേർപ്പിക്കുമ്പോൾ, ഒരു വസ്തുവിനെ നേർപ്പിച്ച് വന്നാൽ അതിന്റെ ശക്തി കുറയും എന്നാണ് പറയുന്നതെങ്കിൽ, ജലത്തിലിട്ടാണ് നേർപ്പിക്കുന്നതെങ്കിൽ ആ ജലത്തിൽ ഒരിക്കലും അതിന്റെ മെമ്മറി നശിക്കില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ രാമായണത്തിലും അതിനെക്കുറിച്ചൊരു സന്ദർഭം പറയും. ഈ പാതുകത്തെ ഭരതൻ സ്വീകരിക്കുന്നു. ഈ പാതുക അതേ സ്ത്രീയായിട്ടാണ് സങ്കല്പിക്കുന്നത്. പാതുകാ രാജ്ഞി, ഭഗവാന്റെ പാതുക സ്പർശിച്ച പാതുകത്തെ ഭരതൻ എടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി നന്ദിഗ്രാമില്, അവിടെ യമുനയുടെ തീരത്ത്, സരയൂന്റെ യമുനാ തീരത്ത് പൂജിക്കപ്പെട്ടു എന്നാണ്. സരയു ആണോ യമുനയാണോ? സരയു ആണെന്ന് തോന്നുന്നു. ഏതായാലും ആ പുണ്യനദിയുടെ തീരത്താണ് ഇരുന്ന് അവിടെ പൂജകളൊക്കെ നടത്തുന്നത്.
എല്ലാ ദിവസവും തന്നെ ജലമെടുത്ത് ആ നദിയിൽ നിന്നും, പുണ്യനദിയിൽ നിന്നും ജലമെടുത്ത് പാദുകത്തിൽ, ഇന്ന് നമ്മൾ ചെയ്തതുപോലെ പാദുകത്തിൽ അഭിഷേകം ചെയ്യും. ശത്രുഘ്നന് പ്രസാദമായിട്ട് കൊടുക്കും. ധാരാളം വരുമല്ലോ ബാക്കി. ഇപ്പോൾ തന്നെ നമ്മൾ അഭിഷേകം ചെയ്തു, ഒരു അരത്തൊട്ടിയോളം തീർത്ഥം ബാക്കിയുണ്ട്. ഭരതൻ ഇതെന്ത് ചെയ്തു? ഈ നദിയിലേക്ക് തന്നെ ഇത് സമർപ്പിക്കും. ഇങ്ങനെ വർഷങ്ങൾ പോലെ കഴിഞ്ഞു. എത്രയാ? 13 വർഷവും രാമനും സീതയും ഒരുമിച്ചായിരുന്നു. 14ാമത്തെ വർഷം തുടങ്ങുമ്പോഴാണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ 13 വർഷവും എന്ത് ചെയ്തു? ഒരു വ്യാഴവട്ടക്കാലത്തിൽ കൂടുതൽ ഭരതൻ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും പുണ്യനദിയിൽ നിന്നും ആ തീർത്ഥമെടുക്കും, അഭിഷേകം ചെയ്യും. ആ ബാക്കി വരുന്ന തീർത്ഥത്തെ തിരിച്ച് ജലത്തിൽ സമർപ്പിക്കും. യുദ്ധ ആരംഭത്തിന് തൊട്ടു മുന്നേ വാനരന്മാരോടുകൂടി രാമേശ്വര തീരത്ത് എത്തിച്ചേർന്ന രാമൻ ലങ്കയിലേക്കുള്ള വഴി എങ്ങനെ കിട്ടും എന്ന് വളരെ വിഷണ്ണനായിട്ട് കാത്തിരുന്നു. 3 ദിവസം അവിടെ ജല ആഹാരമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിരാഹാര വ്രതം അനുഷ്ഠിച്ചു എന്നാണ്. 3 ദിവസം. എന്നിട്ടും മാർഗം കാണാതെ ഇരുന്നപ്പോ തന്നെ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു, എന്റെ ചാപത്തെ കൊണ്ടുവരൂ. വരുണനെ ഇന്ന് തന്നെ എനിക്ക് വഴി തരാത്തത് തുടർന്ന് രാമൻ അവിടെ പറയുന്നു, വരുണനെ ഇന്ന് തന്നെ ഞാന് ഈ ജലത്തെ മുഴുവൻ ഭസ്മീകരിക്കാൻ തയ്യാറാണ്, ചാപത്തെ തരൂ എന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മണൻ കൊടുത്തില്ല എന്നാണ്. ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല രാമായണത്തില്. യുദ്ധം എന്ന ആദ്യ വാക്ക് കേട്ടാൽ തന്നെ ആ ലക്ഷ്മണന് കുറച്ച് ആവേശം കൂടുതലാ. നേരെ ചാടി പുറപ്പെടുന്ന ലക്ഷ്മണനാ. പക്ഷെ ഈ സന്ദർഭത്തില് ചാപം കൊടുത്തില്ല എന്നാണ്. അതിന് കാരണം പറയുന്നത്, ഇത്രയും കാലം രാമൻ അഭിഷേകം ചെയ്ത ജലത്തെ ഈ നദിയിലേക്ക് ഒഴുക്കി, ഈ നദി കൈവഴികളിലായിട്ട് എവിടെ തന്നെ ചെല്ലുന്നത്? സാഗരത്തിൽ തന്നെയാണ് ചെല്ലുന്നത്. അതാണ്. അപ്പൊ രാമന്റെ അഭിഷേകം ചെയ്ത ജലം സാഗരത്തിൽ ചെന്നാൽ അത് രാമന് തത്തുല്യമാണ്. ഒരു രാമനും മറ്റൊരു രാമനും തമ്മിൽ ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് അവിടെ ജലദേവതയായ സമുദ്ര ദേവനായ വരുണൻ തന്നെ വന്നുകൊണ്ട് ആ വഴിയെ കൊടുക്കുന്നതും ആ വിശ്വകർമാവിന്റെ അംശത്തില് ജനിച്ച ആ നളനെ കൊണ്ട് അവിടെ ആ സേതുബന്ധനത്തിനെ നിർവഹിക്കാനൊക്കെ തയ്യാറെടുക്കുന്നതും. അപ്പോൾ ഈ ജലത്തിന് അത്രയും ശക്തിയുണ്ട്. അത് സൂചിപ്പിക്കാനാണ് ഈ ഒരു ചെറിയ സന്ദർഭത്തെ രാമായണത്തിൽ നിന്നും തന്നെ ഉദ്ധരിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് അഭിഷേക ജലം. ഇപ്പൊ നമ്മൾ വഴിപാട് എഴുതുന്ന കൗണ്ടറിൽ അഭിഷേകത്തിന് വളരെ പ്രാധാന്യം കുറവ്, സമ്പത്ത് അതിന് ചാർജ് കുറവാണ്. അപ്പൊ അത് വളരെ നിസ്സാരമാണെന്ന് നമ്മൾ ധരിക്കരുത്. നിത്യവും അഭിഷേകം മന്ത്രപ്രസനം ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് കാണാം ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വേദം തൊട്ട് ജപിച്ച് നമ്മൾ അഭിഷേകം ചെയ്യും. ആ ഭഗവാന്റെ ചൈതന്യവർദ്ധനവിനാണ്. അപ്പോ ജലത്തിന്റെ അഭിഷേകത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആ പ്രാർത്ഥനാപൂർവം നടത്തിയ, ഓരോരുത്തരും നടത്തിയ അഭിഷേകം സാക്ഷാൽ ഭഗവാന്റെ സമീപത്ത് ആ പ്രാർത്ഥന എത്തിച്ചേരും, ഒരു സംശയവുമില്ല. ആ പ്രാർത്ഥനകള് നമ്മുടെ തൃക്കളത്തൂര് വാഴുന്ന ശ്രീരാമസ്വാമി കേട്ടുകൊണ്ട് നമുക്ക് വേണ്ട അനുഗ്രഹത്തെ തരട്ടെ. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും കൂടിയുള്ള പ്രാർത്ഥന ഭഗവാന്റെ ശ്രീകോവിലിന്റെ പുനരുദ്ധാരണമാണ്. നമ്മൾ ആരംഭിച്ചത് തന്നെ ആ ഒരു സങ്കല്പത്തിലാണ്. അത് ഭഗവാൻ എത്രയും ഭംഗിയായിട്ട്, എത്രയും നേരത്തെ, ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ മുന്നിൽ നയിച്ച് അത് നേടിത്തരട്ടെ. നല്ല ഭംഗിയായിട്ട് ഭഗവാൻ ഒരു ശ്രീകോവില്, നമ്മളുടെ ഒക്കെ സ്വപ്നം അത് ഭംഗിയായിട്ട് സാക്ഷാത്കരിക്കാൻ ശ്രീരാമചന്ദ്രൻ, അതോടൊപ്പം തന്നെ ലക്ഷ്മണൻ, സീതാദേവി, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അങ്ങനെയുള്ള ആ എല്ലാവരോടും കൂടിയാണ് ഈ പാതുക അഭിഷേകം നടത്തപ്പെട്ടത്, രാമൻ ഉൾപ്പെടെ. അപ്പൊ രാമനും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് ഈ പുനരുദ്ധാരണ പദ്ധതിയിൽ മുന്നിട്ട് നിന്നുകൊണ്ട് എല്ലാ തരത്തിലും അതിനെ നമുക്ക് ഒരു അനുഗ്രഹമായി തീരാൻ, അതിന് ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള കാര്യങ്ങൾ ഭഗവത് പാദത്തിൽ സമർപ്പിക്കുകയാണ്. മധ്യാഹ്നത്തിന് ശേഷം രാമചന്ദ്രനും സീതയും ലക്ഷ്മണനും ഒക്കെ അവിടെ നിന്നും വലിയ വലിയ വനങ്ങളിലേക്ക് ദണ്ഡകാരണ്യത്തില് പോകുന്നു. അവിടെ ഋഷിവര്യന്മാരെയൊക്കെ കാണുന്നു. അപ്പോഴാണ് വിശേഷപ്പെട്ട അഗസ്ത്യ ദർശനം. നമ്മുടെ ക്ഷേത്രത്തിലും വളരെ പ്രാധാന്യമാണ് അഗസ്ത്യ ദർശനവും മറ്റ് ലക്ഷ്മണ ഉപദേശവും പിന്നീട് ശൂർപ്പണകാഗമനവും ഒക്കെയാണ് ഇന്നത്തെ ദിനത്തെ ഇനിയുള്ള പാരായണ ഭാഗങ്ങൾ. നാളെ വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങൾ, ഹനുമാനെ കണ്ടുമുട്ടുന്ന രംഗങ്ങളൊക്കെയാണ് നാളെ കിഷ്കിന്ധാകാണ്ഡത്തില്. അതിനോടൊപ്പം മുന്നേ തന്നെ ജടായുവിന്റെ മോക്ഷം, ജടായുവിന്റെ സ്തുതി, ഇതൊക്കെ നമ്മൾ കേൾക്കപ്പെടും.
സീതാപഹരണമൊക്കെ അതിനു മുന്നേ തന്നെ. പിന്നീട് ആ ഹനുമൻ സംഗമം. അപ്പൊ ഹനുമാന് വളരെ പ്രാധാന്യമുള്ള ദിനമാണ് നാളെ. ഹനുമാന് സമർപ്പിക്കേണ്ടതൊക്കെ നമുക്ക് നാളെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ നാളെ കരിമ്പ് നീര് കൊണ്ടുള്ള അഭിഷേകമാണ് നാളെ നടക്കപ്പെടുക. മറ്റന്നാൾ അതോടൊപ്പം തന്നെ ഹനുമാന് വളരെ വിശേഷപ്പെട്ട അവല നിവേദ്യവും വെറ്റിലമാലയും ഒക്കെ കരിക്ക് അഭിഷേകമാണ് മറ്റന്നാൾ. നാളെ കരിമ്പ് നീരും മറ്റന്നാൾ കരിക്ക് കൊണ്ടുള്ള അഭിഷേകവും. ഇതിനൊക്കെ യഥാവിധി എത്തിച്ചേർന്നുകൊണ്ട് ഭഗവാനിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, ഈ രാമായണ നവാഹയജ്ഞത്തില് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. യജ്ഞത്തിന് നമുക്ക് കഴിയാവുന്ന രീതിയിൽ സാന്നിധ്യം കൊണ്ടോ സമർപ്പണം കൊണ്ടോ അന്നദാനത്തിന് വേണ്ട വസ്തുക്കളെ കൊടുത്തുകൊണ്ടോ ഏതെല്ലാം രീതിയിൽ ഈ യജ്ഞത്തില് നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തപ്പെടുന്നതാണ്. ഓരോരുത്തരും ഓരോ കാര്യം നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ചേർന്നാണ്. രാമസ്വാമി ഇതൊക്കെ നമ്മുടെ പ്രയത്നത്തെ ഒക്കെ കാണുന്നുണ്ട്. അതിന് വേണ്ട രീതിയിൽ അനുഗ്രഹിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെ മറക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു അനുഭവമാക്കി മാറ്റാൻ ശ്രീരാമസ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ പൂർണ്ണമായിട്ടും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് എത്തിച്ചേർന്ന രാവിലെ മുതൽ നിരവധി ഭക്തജനങ്ങൾ രാമനെ കാണാൻ ദർശിക്കാനും ഒക്കെ എത്തി. അവരെയൊക്കെ രാമന്റെ പ്രതിപുരുഷന്മാരായിട്ട് കണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും രാമനായിട്ട് തന്നെ കണ്ട് എല്ലാവരുടെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് മധ്യാഹ്നം വരെയുള്ള കാര്യങ്ങളെ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അന്നദാനത്തിന്റെ സമയമാണ്. ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭക്ഷണശാലയിലേക്ക് ചെല്ലാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. അയോധ്യാകാന്ഡം വരെയാണ് നമ്മൾ പറഞ്ഞോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടൊന്നുമില്ല. വാൽമീകി രാമായണത്തെ മുഴുവനൊന്നും പറഞ്ഞ് എല്ലാ അധ്യായങ്ങളിലും പറയുന്ന കാര്യങ്ങളെയൊന്നും സ്പർശിക്കാൻ നമുക്ക് സാധ്യമല്ല. ഏകദേശമൊക്കെ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. പിന്നീട് മധ്യാഹ്നത്തിന് ശേഷം നമ്മൾ പാരായണം ചെയ്തത് ആരണ്യകാന്ഡം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട മൂന്നാമത് കാന്ഡം. 7 കാന്ഡങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. 2 കാന്ഡങ്ങളെ ബാലകാന്ഡവും അയോധ്യാകാന്ഡവും ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. ആരണ്യകാന്ഡത്തിൽ പ്രവേശിക്കുന്നു. പ്രവശ്യത്തും മഹാരണ്യം ദണ്ഡകാരണ്യമാത്മവാൻ രാമോ ദദർശ ദുർധർഷ താപസാം ആശ്രമമണ്ഡലം എന്നാണ് ആദ്യത്തെ ശ്ലോകത്തില് വാൽമീകി സൂചിപ്പിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് പ്രവശ്യാത്തു. ആ തൂ ആണ് സവിദുർ എന്നുള്ളതിന്റെ 5ാമത് വരുന്ന അക്ഷരം. അപ്പോ അത്തരത്തില് ആരണ്യകാന്ഡത്തിൽ പ്രവേശിച്ചു. അയോധ്യാകാന്ഡം മുതല് ബാലകാന്ഡം കഴിഞ്ഞ് അയോധ്യാകാന്ഡം മുതല് വനവാസം ആരംഭിച്ചു എന്നാണ്. അയോധ്യയിൽ നിന്നും തമസാ നദിയിലേക്കും പിന്നീട് പ്രയാഗയിലേക്കും അവിടെ നിന്ന് ചിത്രകൂടത്തിലേക്കും ഒക്കെ യാത്ര തിരിച്ചു. ചിത്രകൂടത്തിൽ വെച്ചാണ് പാതുക അഭിഷേകങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. അപ്പോഴാണ് രാമൻ തീരുമാനിക്കുന്നത് ഇനി ചിത്രകൂടത്തിൽ നിന്നും ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടാം. അങ്ങനെ അവര് ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടാനായിട്ട് തയ്യാറെടുക്കുന്നു. കൊടുങ്കാട്ടിലേക്കാണ് യാത്ര. അപ്പോഴാണ് അയോധ്യയിൽ നിന്നും പുറപ്പെട്ട ആ ഭഗവാന്റെ അല്ലെങ്കിൽ രാമ ലക്ഷ്മണ സീതയെ പറയുന്നത്. അഗ്രജൻ മുൻപില്, സീതാദേവി മധ്യത്തില്, രാമൻ പുറകില്. പിന്നീട് ചിത്രകൂടത്തിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അതിലൊരു വ്യത്യാസം കാണും. അവിടെ രാമൻ മുന്നില്, സീത മധ്യത്തില്, ലക്ഷ്മണൻ പുറകില് എന്ന്. ഇതില് ആചാര്യന്മാര് പറയുന്നത് പ്രണവം നടന്നു പോകുന്നു എന്നാണ്. അയോധ്യയിൽ നിന്നും പ്രണവം നടന്നു പോകുന്നതായിട്ടാണ് ആദ്യം പറഞ്ഞത്. ആ ഊ മ അതാണ് ആ പ്രണവത്തിന്റെ പിരിച്ചു കഴിയുമ്പോൾ ഉള്ളത്. അതിനെ വാൽമീകി മനോഹരമായിട്ട് അതിൽ ഒളിപ്പിച്ചു വെച്ചു. അഗ്രജൻ എന്ന ആ ശ്ലോകത്തില് ആ കൊണ്ട് അവിടെ പറഞ്ഞു. പിന്നീട് സീത എന്ന ആ ഒരു പ്രയോഗത്തെയും അവിടെ സീതാസു അവിടെ പിരിക്കുമ്പോൾ ഭാഷയില് പിരിക്കുമ്പോൾ അവിടെ ഒരു ഊ ശബ്ദം വരുമെന്നാണ്.
പിന്നീട് ലക്ഷ്മണന്റെ ശബ്ദത്തിൽ ആ ഉ മ. മാത്രമല്ല അതിനെ മറ്റൊരു തരത്തിലും പറയും. പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ജീവാത്മാവിനെ എത്തിക്കുന്നത് സാക്ഷാൽ അമ്മയായിരിക്കുന്ന, ലക്ഷ്മിയായിരിക്കുന്ന, ശക്തിയായിരിക്കുന്ന ദേവിയാണ്. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീത പരമേശ്വരി മനോഭിലഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. പ്രകൃതി പുരുഷൻ ആധ്യാത്മിക കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ പുരുഷൻ ഒരിക്കലും മാറ്റമില്ലാത്ത വസ്തു എന്തോ അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. എപ്പോഴും തന്നെ ആചാര്യന്മാർ പറയും, നമ്മൾ ഈ കഥകളും പുരാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവിടെ സ്ത്രീ ശബ്ദം എന്ന ശബ്ദം പല സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ മനുഷ്യരിലെ സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസമല്ല. മാറിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും മാറ്റമുള്ളത് മുഴുവൻ സ്ത്രീ. അതുകൊണ്ടാണ് പ്രകൃതിയെ സ്ത്രീയായിട്ട് ഉപമിക്കുന്നത്. സദാസമയവും മാറ്റത്തിന് വിധേയമാകുന്നത് പ്രകൃതി. എന്നാൽ ഒരിക്കൽ പോലും മാറ്റമില്ലാതെ ഇരിക്കുന്നത് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണു, ശൈവ സമ്പ്രദായത്തിലാണെങ്കിൽ ശിവൻ, അതോടൊപ്പം തന്നെ ശാക്തേയത്തിൽ പറയുമ്പോൾ അവിടെ ആ ലളിതാ പരമേശ്വരിയുടെ കൂടെ ഇരിക്കുന്ന ആ മഹാദേവനാകുന്ന, പരമേശ്വരനായിരിക്കുന്ന, സദാശിവനായിരിക്കുന്ന ആ ദേവൻ. ഗാണപത്യത്തിലാണെങ്കിൽ ഗണപതി, സൗരത്തിലാണെങ്കിൽ സൂര്യൻ, സ്കാന്തപുരാണത്തിൽ അല്ലെങ്കിൽ മുരുകന്റെ പദ്ധതി, കൗമാര പദ്ധതി ആചരിക്കുന്നവർക്ക് സുബ്രഹ്മണ്യൻ. അപ്പൊ ഇത്തരത്തിലാണ് പലതരത്തില് നമ്മളുടെ പുരാണങ്ങളിൽ സൂചിപ്പിക്കുക. മാറ്റമുള്ളത് പ്രകൃതി, മാറാത്തത് പുരുഷൻ. പുരുഷനെ അറിയണമെങ്കിൽ പ്രകൃതിയിൽ വരണം. നമ്മൾ ഇന്നലെയും അത് പറഞ്ഞു. കൃഷ്ണന്റെ ചരിതവും രാമന്റെ ചരിതവും മാറുന്ന പ്രകൃതിയെ മനസ്സിലായാലാണ് മാറ്റമില്ലാത്ത പുരുഷനെ, ശാശ്വതമായ സത്യത്തെ മനസ്സിലാക്കാൻ സാധ്യമാകുമെന്നാണ്. അപ്പൊ അത്തരത്തില് അതിനെ സൂചിപ്പിക്കുന്നു. അമ്മയാകുന്ന ആ ലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ജീവാത്മാവിന് പരമാത്മാവിലേക്ക് എത്തിച്ചേരാം. അതിന്റെ ഒരു സന്ദർഭം നമ്മൾ ഇന്നലെയും പറഞ്ഞു. രുക്മിണി സ്വയംവരത്തില് ആ ജീവാത്മാവ്, രുക്മിണി എന്ന് പറയുന്ന ജീവാത്മാവിന്റെ പ്രതീകം, ആ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ ഒരു ഗുരുനാഥൻ എന്നതുപോലെ ഇവിടെ ജീവാത്മാവാകുന്ന ആ ലക്ഷ്മണൻ പരമാത്മാവനാകുന്ന രാമനിലേക്ക് എത്താൻ മധ്യത്തിൽ നിൽക്കുന്നത് അമ്മ, സാക്ഷാൽ ലക്ഷ്മി. അപ്പോ അത്തരത്തിലാണ് ആ ഒരു യാത്രയെ പോലും വാൽമീകി സൂചിപ്പിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് അതിനെ സൂചിപ്പിച്ചത്. പിന്നീട് അവര് സഞ്ചരിച്ച് വരുമ്പോഴാണ്, കാടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് ശരീരം തന്നെ ഇല്ലാത്ത എന്നാൽ വളരെ വലിപ്പമുള്ള ഒരു രാക്ഷസ രൂപത്തെ കാണുന്നത് വിരാധൻ. ആദ്യം സീതയെ ആക്രമിക്കാനായിട്ട് ഒരുമ്പെടുമ്പോ അതിനെ തടുക്കുന്ന രാമ ലക്ഷ്മണന്മാരെ തൻ്റെ ആ വലിയ ശരീരത്തില് കയറ്റി അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു എന്നാണ്. അപ്പൊ തന്നെ ലക്ഷ്മണൻ രാമനോട് തന്നെ പറയുന്നു, സീത നമ്മുടെ കൂടെ ഇല്ല, നമ്മള് ഈ രാക്ഷസന്റെ കയ്യിൽ അകപ്പെട്ടു, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ വാളുകൊണ്ട് പ്രഹരിക്കാൻ പറയുന്നത്. അങ്ങനെ രാമനും ലക്ഷ്മണനും വിരാധന്റെ ഓരോ കൈകളെ മുറിച്ചിട്ടു എന്നാണ്. അങ്ങനെ കൈകൾ നഷ്ടപ്പെട്ട നിമിഷം വലിയൊരു അഗാധ ഗർത്തത്തിലേക്ക് ആ ശരീരം വന്ന് പതിച്ചു. ആ വലിയ ഗർത്തത്തിൽ നിന്നും പിന്നീട് ഉയർന്നു വരുന്നത് ഒരു ഗന്ധർവനാണ്. തുമ്പുരു എന്നാണ് ഗന്ധർവന്റെ പേര്. അങ്ങനെയുള്ള ഗന്ധർവൻ വന്ന് തന്റെ പൂർവവൃത്താന്തം പറയുന്നു. കുബേരനാൽ ശാപം ലഭിതമാണ് രാക്ഷസനായിട്ട് മാറിയത്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ശാപമോചനം നേടി. അങ്ങനെ ആ ഭഗവാനോട് പറയുന്നു, അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തെ ദർശിക്കും, ശരഭംഗ മഹർഷി അങ്ങേക്ക് വഴികാട്ടും എന്നൊക്കെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വിരാധ വധത്തെ തുടർന്ന് കാട്ടില് ഒറ്റപ്പെട്ടു പോയി. രാമലക്ഷ്മണന്മാർ കുറെ ദൂരം പിന്നിട്ട് പോയി. സീത ഒറ്റയ്ക്ക് ഇരുന്ന് വളരെ ദുഃഖിതയായിട്ടിരിക്കുമ്പോൾ രാമൻ ഓടിച്ചെല്ലുന്നതും അങ്ങനെ സീതയെ ആലിംഗനം ചെയ്യുന്നതുമായിട്ടുള്ള രംഗങ്ങൾ വാൽമീകി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടി അവിടെ ശരഭംഗന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന രംഗം, ശരഭംഗ ആശ്രമപ്രവേശം. അപ്പൊ ശരഭംഗൻ അവിടെ എത്തിച്ചേർന്നു. രാമനെയും ലക്ഷ്മണനെയും സീതയും സ്വീകരിച്ചതിന് ശേഷം ശരഭംഗ മുനി പറഞ്ഞു, അങ്ങ് വരുന്നതിന് തൊട്ടു മുന്നേ തന്നെ സാക്ഷാൽ ദേവേന്ദ്രൻ എൻ്റെ ആശ്രമത്തിൽ വന്നിരുന്നു.
എൻ്റെ ഇത്രയും കാലത്തെ തപസ്സിന്റെ ഫലമായിട്ട് ദേവേന്ദ്രൻ എനിക്ക് സത്യലോകത്തെ, ബ്രഹ്മദേവന്റെ സത്യലോകത്തെ ഞാൻ പ്രാപ്തമാക്കിയിട്ടുണ്ട്. സത്യലോകത്തേക്ക് അങ്ങയെ കൊണ്ടുവരാനാണ് ഞാൻ വന്നത് എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു എന്നാണ്. പക്ഷേ ഞാൻ പോകാൻ കാത്തുനിന്നില്ല, അല്ലെങ്കിൽ പോകാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ പറയുന്നു, സാക്ഷാൽ രാമൻ വൈകുണ്ഠലോകം കിട്ടാൻ അർഹതയുള്ളപ്പോ സത്യലോകത്തിൽ പോയി വീണ്ടും അതിലെ ഗുണദോഷങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഇത്തരത്തിലാണ് മനുഷ്യ ജന്മത്തെ. അവിടെ വിജ്ഞാന ഭൈരവ തന്ത്രത്തില് സാക്ഷാൽ പാർവതി പരമേശ്വരന്മാര് സംസാരിക്കുമ്പോൾ ഇത് പറയും, 5 ജന്മങ്ങളുണ്ടെന്നാണ്. നമ്മൾ ഓരോരുത്തരും അതിൽപ്പെട്ടവരാ. ഓരോ ജീവനും ഓരോരോ ശരീരത്തിലൂടെ കയറി 84 ലക്ഷം ജീവജാലങ്ങളാണ് സൃഷ്ടിയിൽ പറയപ്പെടുന്നത്. അതിലൊരു സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പൊ ഒരു ജീവൻ പല ശരീരങ്ങളിലൂടെ മാറി 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 താണ്ടി ഒരിക്കൽ മനുഷ്യ ശരീരം കിട്ടും. അത് സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നത് ഒരു ചക്രത്തില്. പിന്നീട് രണ്ടാമത് കിട്ടുന്ന ജന്മം, ഈ മനുഷ്യ ജന്മത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നു. ആ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്താൽ ആ പുണ്യകർമ്മം അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ട്. കൃഷ്ണാവതാര സമയത്ത് അവിടെ നൃഗ രാജാവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ധാരാളം പശുക്കളെ ദാനം ചെയ്ത നൃഗൻ സ്വർഗസുഖങ്ങൾ അനേക കാലം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അങ്ങനെ സുഖം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് കൃഷ്ണന്റെ അനുഗ്രഹത്തോടു കൂടി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പുണ്യങ്ങൾ ധാരാളം ചെയ്യുമ്പോൾ ആ പുണ്യത്തിനും കർമ്മഫലമുണ്ട്. പുണ്യങ്ങൾ ധാരാളം അനുഭവിക്കാൻ നമുക്ക് ദേവലോകം സിദ്ധമാകുന്നതാണ്. അത് രണ്ടാമത് കിട്ടുന്നത്. മൂന്നാമത്, ഇതേ മനുഷ്യജന്മത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പരദ്രോഹം, മറ്റൊരാളെ വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ വേദനിപ്പിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളിലേക്ക് ആ പാപം വന്നു ചേരുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഉദാഹരണം പറയുന്നത്, അഗ്നിയെ അറിഞ്ഞ് തൊട്ടാലും അറിയാതെ തൊട്ടാലും അഗ്നി ധർമ്മം കാണിച്ചു തരും. ഒരു കൊച്ചുകുട്ടിയാണ്, ആ കുട്ടിയെ ഓടി ചെന്ന് വിളക്കിലെ തിരിയിലെ പോയി പിടിച്ചാൽ ഒരു കൊച്ചുകുട്ടിയല്ലേ, ഒന്നും അറിയാത്തതല്ലേ, പാവമല്ലേ എന്ന് വിചാരിച്ച് ആ കുട്ടിയുടെ കൈ പൊള്ളിക്കാതിരിക്കില്ല. അതാണ് ധർമ്മം, അഗ്നിയുടെ ധർമ്മം അതാണ്. ഇത് തന്നെയാണ് കർമ്മങ്ങൾ. അതുകൊണ്ട് എപ്പോഴും പറയുന്നത് അഗ്നിക്ക് സമാനമാണ് നമ്മുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ. അപ്പൊ അത്തരത്തിലെ ദുഷ്കർമ്മങ്ങൾ ലഭിച്ചാൽ നമ്മൾ ഇതേപോലെ 84 ലക്ഷം ജീവജാലങ്ങളിൽ നിന്നും അധപ്പതിക്കുന്നതാണ്. വീണ്ടും നമ്മൾ ഓരോരോ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, വില്വമംഗലത്തിന് 3 ജന്മങ്ങൾ സ്വീകരിച്ചു. അതിന്റെ പകുതി ഇന്നലെ നമ്മൾ പറഞ്ഞതാ. അങ്ങനെ 3 ജന്മങ്ങള് വില്വമംഗലത്തിന് കൃഷ്ണൻ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഒരു കാളയായിട്ടും ഒരു പാമ്പായിട്ടും ഒരു തുളസി ചെടിയായിട്ടും അദ്ദേഹത്തിന് ജന്മം സ്വീകരിക്കേണ്ടി വന്നു എന്നാണ്. കൽക്കുളത്ത് ഭട്ടതിരിയാണ് അതിൻ്റെ സാക്ഷി എന്നും ആചാര്യന്മാര് പറയാറുണ്ട്. അങ്ങനെ മൂന്നാമത് നമുക്ക് ലഭിക്കുന്നതാണ് ഈ തരത്തില്. നാലാമത് ലഭിക്കുന്ന ഒരു ജന്മമുണ്ട്. ഈ ജന്മം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ജന്മമാണ്. അതും കുറേ കാലങ്ങൾ കൂടുമ്പോഴാണ് മഹാത്മാക്കളായിട്ട് ഈ ഭൂമിയിൽ ഓരോ കർമ്മം അനുഷ്ഠിക്കാൻ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത്. ആ ജന്മത്തിലൊരു പ്രത്യേകത ഉണ്ടെന്നാണ്. അവരാഗ്രഹിക്കുന്ന കുടുംബത്തില് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുടെ മകനോ മകളോ ആയിട്ടൊക്കെ ജന്മം സ്വീകരിക്കാൻ സാധ്യമാകുന്നതാണ്. നമ്മൾ ഭരതന്റെ ചരിത്രത്തിൽ കേട്ടു, 3ാമത് ജന്മം ജഡഭരതനായിട്ട് ഒരു അങ്കിരസ് ഗോത്രത്തില് വന്ന് പിറന്ന ഭരതന്റെ കഥ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ട്. ഇത്തരത്തില് മഹാത്മാക്കൾക്ക് വളരെ കാലം കൊണ്ട് ജന്മം കൊടുക്കും. വിവേകാനന്ദ സ്വാമികൾ മുതൽ നിരവധി, എണ്ണം പറയാൻ നമുക്കില്ല. അതുപോലെ ഭാരതം കൊടുത്ത നിരവധി മഹാത്മാക്കള്, ഭാരതം മാത്രമല്ല നിരവധി സ്ഥലങ്ങളിലിരുന്ന് ലോകത്തിന് ജ്ഞാന ഒക്കെ പ്രദാനം ചെയ്ത നിരവധി മഹത്തുക്കള്. അത് നമുക്ക് 4ാമത് ലഭിക്കുന്ന ജന്മം എന്നാണ്. 5ാമത് ഒരു ജീവന് ലഭിക്കുന്ന ജന്മം, അതാണ് വളരെ വിശേഷപ്പെട്ടത്. അതിനെയാണ് നമ്മൾ അവതാരം എന്ന് പറയപ്പെടുന്നത്. മണ്ണിലേക്ക് അല്ലെങ്കിൽ താരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നൊക്കെ ആചാര്യന്മാര് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ 5 തരത്തിലാണ് ജന്മം സ്വീകരിക്കുക. ഇപ്പൊ ശരഭംഗൻ ഇവിടെ പറയുന്നു, ഞാൻ സത്യലോകത്തിലാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാൻ ചെയ്ത പുണ്യം തീരുമ്പോ വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വരും. അപ്പൊ വീണ്ടും അതിനെ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ
നമുക്ക് കുറെ കാലം അവിടെ ജീവിക്കാനുള്ള കാര്യങ്ങളും അതിനുള്ള പൗരത്വമൊക്കെ തരും. പക്ഷെ ആത്യന്തികമായിട്ട് അവിടെ ജീവിക്കാനുള്ള ഇത് നമുക്ക് തരില്ല. നമ്മൾ ജന്മം ജനിച്ച ആ ദേശത്തിലേ ഉള്ളൂ. അപ്പൊ എന്നതുപോലെയാണ് നമ്മളുടെ കർമ്മങ്ങൾ പൂർത്തിയായാൽ വീണ്ടും മനുഷ്യനായിട്ട് വരേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത വൈകുണ്ഠ ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നാണ്. അപ്പൊ അതിനു വേണ്ടി കാത്തിരുന്ന ശരഭംഗന്റെ മുമ്പിൽ സാക്ഷാൽ രാമനും ലക്ഷ്മണനും സീതയും കൂടി വന്നു. അവിടെ അവരെ മുൻനിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണർത്തിച്ചു. അവരെ ശരണാഗതി ചെയ്ത് അവരെ സാക്ഷിയാക്കി അഗ്നിപ്രവേശം ചെയ്തു എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്? ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനിലെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആരാണോ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് ആ ആളിന് നിത്യ സൂചികളായിട്ട് പിന്നീട് ഒരു ജന്മം ലഭിക്കാത്ത രീതിയിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഇത് തന്നെയാണ് മേൽപ്പത്തൂരും അതോടൊപ്പം വേദാന്ത ഗ്രന്ഥങ്ങളിലും നാരായണീയത്തിലൊക്കെ സൂചിപ്പിക്കുന്നത്. അർച്ചിരാദി മാർഗത്തിലൂടെ വേണം ശരീരത്തിൽ നിന്നും ജീവനെ പുറത്തേക്ക് വിടാനെന്ന്. 101 തരത്തില് ഈ ശരീരത്തിൽ നിന്നും ജീവൻ പുറത്തേക്ക് പോകുന്നതാണ്. ആ 101 തരത്തില് ഒരു താമരയുടെ താമരയുടെ കേസരങ്ങളെ പോലെ എന്നാണ്. അതാണ് ഹൃദയ പത്മം, ഹൃദയ കമലം എന്ന് പറയുന്നത്. താമരയുടെ തിരിഞ്ഞിരിക്കുന്ന താമരയുടെ ഒരു കർണികാരം പോലെയാണ്. അതിലുള്ള ഓരോ ചെറിയ കേസരങ്ങളെ പോലെയാണ്, വളരെ സൂക്ഷ്മതലത്തില്. അങ്ങനെയാണ് ആചാര്യന്മാർ അതിനെ ഉദാഹരിക്കാറ്. പക്ഷെ അതില് ഒരേ ഒരു നാഡിയുണ്ട്. അതാണ് നമ്മളുടെ അർച്ചിരാദി മാർഗം വഴി നമ്മളെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഗീതയിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നത്. അർജുന, വളരെ എളുപ്പമാണ്, പക്ഷെ എളുപ്പമായതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടും. എന്നെ തന്നെ പൂർണ്ണമായിട്ടും ശരണാഗതി ചെയ്യുന്നവന്റെ യോഗവും ക്ഷേമവും ഞാൻ നടത്തും. ഇത് വാക്കുകൊണ്ട് പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിൽ നമുക്ക് കൊണ്ടുവരാൻ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നു, മരണസമയത്ത് എന്തിനെ ചിന്തിച്ചാണോ നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നത് അതായിട്ട് മാറേണ്ടി വരും. അതിപ്പോ എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. എത്ര വലിയ പണ്ഡിതനായാലും എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിൽ പോലും മരണം, അവിടെ ഭൈമരതി എന്ന് പറയുന്ന ഒരു വേദന ഉണ്ടാകുന്നതാണ്. ശരീരത്തിൽ നിന്നും ജീവൻ പുറത്തേക്ക് പോകുമ്പോൾ ശരീരത്തോട് അത്രയേറെ ഒട്ടിച്ചേർന്നിരിക്കുന്നതാണ് ജീവൻ. ഭൈമരതി എന്നാണ് ആചാര്യന്മാർ അതിന് പേര് പറഞ്ഞത്. ആ വേദന ശരീരത്തിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോ വളരെ ചെറിയ തരത്തിലുള്ള ഒരു സമയം പോലും ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത്, അതനുസരിച്ച് വീണ്ടും ജന്മം സ്വീകരിക്കേണ്ടി വരുമെന്നാണ്. ഇത് ഭഗവാനെ രാമനെയും ലക്ഷ്മണനെയും സീതയുമാകുന്ന ആ പരരൂപത്തെ കണ്ടുകൊണ്ട് ശരഭംഗൻ തന്റെ ശരീരത്തെ ത്യജിക്കുന്നു. ആ നിമിഷം തന്നെ വൈകുണ്ഠ ലോകത്തിലേക്ക് ശരഭംഗ മഹർഷി എത്തിച്ചേരുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. പിന്നീട് സുധീഷണൻ എന്നറിയപ്പെടുന്ന ആ ഋഷിവര്യന്റെ ആശ്രമം ലക്ഷ്യമാക്കി അവർ നടക്കുന്നു. ഒരു സന്ധ്യാസമയത്താണ് ചെന്നത് എന്ന് വാൽമീകി പറഞ്ഞു. ആര് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് വന്നാലും അതിഥിയായിട്ട് സ്വീകരിച്ച് അവർക്ക് വേണ്ട ആഹാരാദി കർമ്മങ്ങൾ കൊടുക്കണം. ഇവിടെ എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വാൽമീകി രാമായണത്തിന് കുറെ പ്രാധാന്യമുള്ളത്. ഒരുപക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതിലെന്താ പ്രാധാന്യം. സന്ധ്യാസമയമായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഉപഹാരങ്ങളൊന്നും കൊടുത്തില്ല എന്നാണ്. സന്ധ്യാസമയം ആഹാരം ഒന്നും കഴിക്കാൻ പാടില്ല. ഇപ്പൊ പുതിയ തലമുറയിൽ നമുക്കും അറിയുന്ന കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. കുട്ടികൾ ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് സന്ധ്യാസമയത്തായിരിക്കും. പക്ഷേ ആ സന്ധ്യാസമയത്ത് എന്ത് തന്നെ ആയാലും ആഹാരാദി കർമ്മങ്ങൾ ചെയ്യരുത് എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ സാന്ദർഭികമായിട്ട് വാൽമീകിയും പറഞ്ഞു വെക്കുന്നു. അങ്ങനെ സുധീഷണാശ്രമത്തിൽ എത്തിച്ചേർന്ന് സന്ധ്യാസമയത്താണ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആതിഥ്യത്തെ സ്വീകരിച്ചു. പിന്നീട് ആ സുധീഷണാശ്രമത്തിൽ നിന്നും വീണ്ടും അവർ യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ നിരവധി ഋഷിവര്യന്മാർ വന്ന് രാമനെ ആശ്രയിക്കുന്നു. അവര് പറഞ്ഞു, അല്ലയോ രാമചന്ദ്ര, ഞങ്ങള് കാലങ്ങളായിട്ട് രാമനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഈ ഈശ്വര സേവ ചെയ്യുന്ന ഈ ഒരു കാട്ടില് ഞങ്ങളെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന രാക്ഷസന്മാരുണ്ട്. ജനസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളെയൊക്കെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ഖരദൂഷണ ത്രിശിരസക്കളാകുന്ന രാക്ഷസന്മാര് ഞങ്ങളെ സദാസമയവും ശല്യം ചെയ്യുന്നു. അപ്പൊ രാമ, ഞങ്ങളെ ആ ശല്യങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന അവരുടെ പ്രാർത്ഥന, ആ ഋഷിവര്യന്മാരുടെ പ്രാർത്ഥനയെ രാമൻ തൻ്റെ ക്ഷത്രിയ ധർമ്മം വെച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നു.
എന്താ ക്ഷത്രിയ ധർമ്മം? അവിടെ പറയും, നമ്മൾ കേൾക്കും, യുദ്ധകാണ്ഡത്തിന് തൊട്ടു മുന്നേ കേൾക്കും. അവിടെ വിഭീഷണൻ, രാവണന്റെ അനുജനായ വിഭീഷണൻ രാമന്റെ അടുത്ത് വന്ന് ശരണാഗതി അടയും. അപ്പോ അവിടെ സുഗ്രീവൻ സൂചിപ്പിക്കും, ഭഗവാനെ ഇവനെ വിശ്വസിക്കരുത്. കാരണം എന്താ, ശത്രുവിന്റെ അനുജനാണ്. എന്തുദ്ദേശത്തിലാണ് ഇവൻ വരുന്നതെന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. ആരാ പറയുന്നത്? സുഗ്രീവനാണ്. സുഗ്രീവനായിട്ട് സഖ്യം ഉണ്ടായത് എങ്ങനെയാ? സുഗ്രീവന്റെ സഹോദരനായിരിക്കുന്ന ബാലിയെ വധിച്ചുകൊണ്ടാണ്. പക്ഷേ അത് അല്ല മറുപടി പറഞ്ഞത്. രാമൻ പറഞ്ഞു, എൻ്റെ വംശത്തിലെ പണ്ട് ശിബി എന്നറിയപ്പെടുന്ന രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തൻ്റെ രക്ഷയ്ക്ക് തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന ഒരു മാടപ്രാവിന്, ആ മാടപ്രാവിന്റെ ജീവന് പകരം ആ മാടപ്രാവിന്റെ ശരീരത്തിന് തത്തുല്യമായ ഒരു മാംസത്തെ കൊടുത്താലാണ് ജീവൻ രക്ഷിക്കാൻ സാധ്യമാകൂ എന്ന് തിരിച്ചറിയുന്ന രാജാവിന് വേണമെങ്കിൽ ഏതെങ്കിലും ആജ്ഞ പുറപ്പെടുവിച്ചാൽ ഏതൊരു പരിചാരകന്റെയും ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് കൊടുക്കാം. പക്ഷെ എന്താണ് ശിബി ചെയ്തത്? തൻ്റെ ശരീരത്തിൽ നിന്നും അതിന് തത്തുല്യമായ മാംസത്തെ മുറിച്ചെടുത്ത് ആ പ്രാവിനെ രക്ഷിച്ചു. ശരണാഗതി അടഞ്ഞാൽ ആ ക്ഷത്രിയ ധർമ്മം, മഹാഭാരതത്തിൽ ഇത് വൃത്തിയായിട്ട് പറയും. എന്താണ് ബ്രാഹ്മണധർമ്മം, ക്ഷത്രിയ ധർമ്മം, വൈശ്യധർമ്മം. അത് വർണ്ണങ്ങളെ തിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് അതുകൊണ്ട് ക്ഷത്രിയന്റെ ധർമ്മമാണ്. എത്ര ക്രൂരത ചെയ്താലും, എത്ര മോശം പ്രവൃത്തി ചെയ്താലും ആള് തൻ്റെ മുന്നിൽ വന്ന് തൻ്റെ കാലുകളിൽ ശരണാഗതി അടഞ്ഞാൽ കൊടുത്തിരിക്കണം എന്നാണ് രക്ഷ. കാകാസുര വൃത്താന്തം ഇനി വരും. കാകാസുര വൃത്താന്തത്തിൽ ആദ്യ ദിനം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ആ കാകാസുരൻ ദേവിയെ എത്ര വേദനിപ്പിച്ചിട്ടും കാകാസുരൻ ഇതേ ശരണാഗതി അടഞ്ഞപ്പോ ആ ജീവൻ ഭിക്ഷയായിട്ട് രാമൻ കൊടുത്തു എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ഋഷിവര്യന്മാര് വന്ന് രാമനെ ശരണാഗതിയിൽ ആശ്രയിച്ചു. ഭഗവാനെ, ഇത്തരത്തില് രാക്ഷസന്മാരെ ഇല്ലായ്മ ചെയ്ത് ഞങ്ങളുടെ ആ ദുരിതത്തെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ ആ ആശങ്കകളെ ദൂരീകരിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ സൗഖ്യത്തെ പ്രദാനം ചെയ്യാൻ ഞാൻ ആ രാക്ഷസകുലത്തെ ഇല്ലാതാക്കി തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള വാക്കുകിനെ ഉറപ്പ് കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടി പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തെ ഒക്കെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുന്നു എന്നാണ്. ഈ ഒരു അവസരത്തില് സീതാദേവി രാമനോട് ഒരു കഥ പറയുന്ന ഒരു രംഗമുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണ്, വാൽമീകി രാമായണത്തിലുള്ളതാണ്. സീതാദേവി രാമനോട് കഥ പറയുന്നു. അവിടെ രാമനോട് സീതാദേവി പറയും, രാമ, അങ്ങക്ക് ഒരു മനുഷ്യനിലുള്ള ഒരു രാജാവിനെ വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉണ്ട്. അതിൽ സീത പറയുന്ന 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ 3 ഗുണങ്ങളില് പക്ഷെ ഒരു ഗുണം അങ്ങക്ക് ഞാൻ കാണുന്നില്ല. അപ്പൊ രാമനൊരു അത്ഭുതം. അതെന്താ? അതിനെ ഒന്ന് വിസ്തരിച്ച് പറയും. അപ്പൊ സീത പറയും, ആരോടും കള്ളം പറയില്ല, സത്യം മാത്രം പറയുന്ന ആളാണ് രാമൻ. അപ്പൊ ആ ഒരു കാര്യം, കള്ളം പറയരുത് എന്നുള്ള ഒരു ഗുണം രാമനിലുണ്ട്. മറ്റൊന്ന്, മറ്റൊരാളുടെ പത്നിയെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞത് വളരെ എത്ര ആവർത്തിയ വാൽമീകി രാമായണത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. മറ്റൊരാളുടെ പത്നിയെ മറ്റൊരു ചിന്തയാൽ നോക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. അത്തരത്തില് ആ ഒരു കുഴപ്പവും രാമനില്ല. അപ്പൊ 2 കാര്യങ്ങളിൽ രാമൻ വിജയിച്ചു. പക്ഷെ 3-മതൊരു കാര്യമുണ്ട്. രാമ, തൻ്റെ വിരോധമല്ലാതെ തനിക്ക് നേരിട്ട് ശത്രുതയില്ലാത്ത ഒരാളെ മറ്റൊരാൾ പറഞ്ഞ് ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് അങ്ങയുടെ ഈ ഒരു ധർമ്മത്തിന് നിരക്കുന്നതല്ല. ഇപ്പൊ ഋഷിമാര് വന്ന് പറഞ്ഞത് എന്താ? അങ്ങ് നേരിട്ട് ഖരദൂഷണന്മാരൊന്നും അങ്ങയുടെ ശത്രുവല്ല. അങ്ങനെ നേരിട്ട് ശത്രുതയില്ലാത്ത ആ രാക്ഷസന്മാരെ ഒരു കാരണവുമില്ലാതെ, അങ്ങയോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ലാത്ത, എന്നാൽ മുനിമാരുടെ ശത്രുക്കളായ അവരെ വധിക്കുന്നത് ധർമ്മമല്ല. ഇങ്ങനെ സീത പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സീത പറയും, ഞാൻ അങ്ങക്ക് മറ്റൊരു കഥ കൂടി പറഞ്ഞ് ഇത് ഉറപ്പിക്കാം. പണ്ട് ഒരു ഋഷിവര്യൻ, നല്ല തപസ്വിയാണ്, നല്ലപോലെ ത്യാഗം ചെയ്ത് തപസ്സനുഷ്ഠിക്കുന്ന ഒരു മഹാത്മാവ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തപസ്സിനെ
ഒന്ന് പരീക്ഷിക്കാനും, അല്ലെങ്കിൽ തപസ് ആര് ചെയ്യുന്നത് കണ്ടാലും ദേവേന്ദ്രന് ഒരു കുഴപ്പമുണ്ട്, തപസ്സിനെ എങ്ങനെയെങ്കിലും മുടക്കണം. കാരണം എന്ത് ഉദ്ദേശത്തിലാ തപസ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പൊ ദേവേന്ദ്രൻ ഇദ്ദേഹത്തെ തപസ്സിൽ നിന്നും ഒന്ന് മാറാൻ വേണ്ടി ദേവേന്ദ്രൻ നേരിട്ട് പരിശ്രമിച്ചു എന്നാണ്. സാധാരണ അപ്സരസുകളെയൊക്കെ പറഞ്ഞു വിടുന്ന കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവിടെ ദേവേന്ദ്രൻ നേരിട്ട് ചെന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം തപസ് ചെയ്യുന്ന ആശ്രമത്തിൽ ചെന്നു, ദേവേന്ദ്രനെ കണ്ടു. ആ മഹർഷി അദ്ദേഹത്തെ വന്ദിച്ചു. രാജാവിന്റെ വേഷത്തിലാണ് ദേവേന്ദ്രൻ വന്നത്. അടുത്തുള്ള രാജ്യത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ അറിയിച്ചു. ഒറ്റപ്പെട്ടു പോയി. പിന്നീട് കുറച്ച് ഭക്ഷണമൊക്കെ അന്വേഷിച്ചിറങ്ങിയതാണ്. അതുകൊണ്ട് അവിടെ ഈ രാജാവ് ഋഷിവര്യനോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള വാള് അല്ലെങ്കിൽ എൻ്റെ ആയുധം ഇവിടെ ഒന്ന് ഞാൻ വെക്കുകയാണ്, ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നത് എടുത്തുകൊണ്ട് പോയിക്കോളാം. അതുകൊണ്ട് ഇതിനെ സൂക്ഷിക്കുക, അങ്ങ് ഇതിനെ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ് ഈ വാളിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുധത്തെ ഈ മഹർഷിക്ക് കൊടുത്തു എന്നാണ്. അപ്പൊ ഈ മഹർഷി ആയുധം കയ്യില് അല്ലെങ്കിൽ തന്റെ സമീപത്ത് താൻ തപസ് ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ ഹോമോ പൂജ എന്താണോ അദ്ദേഹം ചെയ്യുന്ന കർമ്മം ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ വെച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അത് ആ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ, ആരും മോഷ്ടിച്ചുകൊണ്ട് പോയില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പൊ എന്ത് പറ്റി തുടങ്ങി? പതുക്കെ ശ്രദ്ധ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു തുടങ്ങി. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇനി ഇവിടെ നിന്ന് താൻ തപസ്സിലെങ്ങാനും മുഴുകി പോകുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടുപോയാൽ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ആയുധത്തെ തന്നെ മടിയിൽ വെച്ചു. മടിയിൽ വെച്ച് ധ്യാനം തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചിന്ത, മടിയിൽ വെച്ച് ധ്യാനം ചെയ്താലും നമ്മൾ പോലും അറിയാതെ ധ്യാനത്തിൽ മുഴുകും. അപ്പം മടിയിൽ നിന്നും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലോ? അപ്പോഴും അത് അറിയാൻ വയ്യ. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? കൈകളിൽ തന്നെ പിടിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആയുധം, ആ ഖഡ്ഗത്തെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ധ്യാനം തുടങ്ങിയെന്നാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ കയ്യിലിരുന്ന ആയുധം കുറെ സമയം നമ്മുടെ കയ്യിലിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു ചിന്ത തുടങ്ങി, ഈ ആയുധത്തിന് മൂർച്ചയൊക്കെ ഉണ്ടോ, ഒന്ന് പരീക്ഷിക്കണമല്ലോ. അപ്പൊ നേരെ അടുത്തുള്ള അത് പരീക്ഷിക്കാൻ പറ്റിയ വൃക്ഷത്തിനോ വാഴയോ എന്തോ അതിലേക്കൊക്കെ പ്രഹരിക്കാൻ തുടങ്ങിയെന്നാണ് സീത പറഞ്ഞത്. പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താ? ഒരു ആയുധം കയ്യിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും ആർക്കെങ്കിലും രണ്ട് കൊടുക്കണം എന്ന് തോന്നും എന്നൊക്കെ പറയുന്നത് പോലെ സീത പറഞ്ഞു, രാമ അങ്ങയുടെ കയ്യിൽ എന്തിനാണ് ഈ ആയുധം? ഈ ആയുധം കയ്യിലുള്ളത് കൊണ്ട് അങ്ങക്ക് ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കാൻ എന്നുള്ള തോന്നലുണ്ടാവും. അതുകൊണ്ട് അങ്ങ് ഈ ആയുധത്തെ ഇപ്പോൾ തന്നെ പിൻവലിക്കണം, അല്ലെങ്കിൽ ആയുധത്തെ ഉപേക്ഷിക്കണം എന്ന് പറയും. അങ്ങനെ രാമൻ പിന്നീട് സീതയുടെ ആ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് രാമൻ ആയുധത്തെയൊക്കെ ലക്ഷ്മണനെ ഏൽപ്പിക്കും. പിന്നീട് രാമൻ ആയുധമായിട്ട് സീതാപഹരണ അല്ലെങ്കിൽ മാരീചനെ മാനിനെ പിടിക്കാൻ നേരത്താണ് ആയുധമായിട്ട് പോകുന്നത് എന്നവിടെ സൂചിപ്പിക്കും. അങ്ങനെ ആ സീത പറയുന്ന ഒരു കഥയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത് പറഞ്ഞു വെച്ചത്, ആ കഥയിലൂടെ പറഞ്ഞു വെച്ചത് ഇതാണ്, നമ്മളുടെയൊക്കെ മനസ്സിന്റെ എത്ര വലിയ തപോധ്യാനങ്ങള് നേടിയെന്ന് നമുക്ക് സ്വയം തോന്നിയാലും മനസ്സിനെ ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഈ കഥയിൽ പറഞ്ഞു വെച്ചത്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, മനപ്പരം കാരണമാമനന്തി. മനസ്സാണ് നമ്മളെ ശത്രുവിനെയും മിത്രത്തെയും ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും കാരണം മനസ്സാണ് എന്ന് ഈ കഥയിലൂടെ വീണ്ടും പറഞ്ഞ് ഉറപ്പിക്കുന്നു. പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നതും, പിന്നീട് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യൻ സുദർശനൻ എന്നറിയപ്പെടുന്ന ആശ്രമത്തിൽ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ചാണ് ആദ്യ ദിനത്തിൽ ബാലകാണ്ഡത്തിൽ നമ്മൾ കേട്ട ശൈവചാപത്തെ ദക്ഷയാഗവേദിയിൽ ഭഗവാൻ പരമശിവൻ മഹാദേവൻ ഉപയോഗിച്ച ചാപത്തെ രാമൻ മുറിച്ചു എന്നറിഞ്ഞപ്പോ ശക്തിയുണ്ടെങ്കിൽ ഈ വൈഷ്ണവ ചാപം കുലയ്ക്കാൻ ആവശ്യപ്പെട്ട ഭാർഗവരാമൻ പരശുരാമൻ ആ വൈഷ്ണവ ചാപത്തെ രാമചന്ദ്രന് കൊടുത്തിട്ടാണ് പോയത്. അന്ന് ആ ചാപത്തെ വരുണന് കൊടുത്തു. വരുണൻ അത് അഗസ്ത്യ മഹർഷിക്ക് കൊടുത്തു. ഇപ്പോ ഈ അഗസ്ത്യാശ്രമത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് അഗസ്ത്യനെ പ്രണമിച്ച് അഗസ്ത്യ മഹർഷിയുടെ ഉപഹാരങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവിടെ അഗസ്ത്യ മഹർഷി മന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. വളരെ വിശേഷപ്പെട്ട ആ മന്ത്രങ്ങള് രാമായണത്തിൽ നമുക്കറിയാം, ആദിത്യ ഹൃദയം എന്നറിയപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട രാവണവധത്തിന് ഭഗവാൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആദിത്യ ഹൃദയം, അതോടൊപ്പം തന്നെ വളരെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ, നിരവധി ശസ്ത്രങ്ങൾ, അസ്ത്രങ്ങളുടെ വിദ്യകള്, പ്രയോഗങ്ങളും ഒക്കെ അഗസ്ത്യ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു എന്നാണ്.
അവിടെ ആ വിഷ്ണു ധനുസിനെ, അഗസ്ത്യന്റെ കയ്യിൽ വന്നു ചേർന്ന ആ വിഷ്ണു ധനുസിനെ ആ സമയത്ത് രാമന് അവിടെ കൊടുക്കുന്നതും, പിന്നീട് അവര് ആ ഗോദാവരി തീരത്തെ താണ്ടിക്കൊണ്ട് പഞ്ചവടിയിൽ എത്തിച്ചേരുന്നു. അവിടെ അവര് പഞ്ചവടിയിൽ ഒരു പർണശാലയൊക്കെ ചമച്ച്, ആശ്രമമൊക്കെ ചമച്ച് അവിടെ താമസിക്കുന്നതുമാണ്. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പാരായണം ചെയ്തു. പഞ്ചവടി പ്രവേശം അവിടെ എത്തുന്ന സമയത്താണ് ജടായുവിനെ മധ്യത്തിൽ കാണുന്നത്. ആ ജടായു എന്നറിയപ്പെടുന്ന കഴുകന്റെ രൂപത്തിലുള്ള വലിയ പക്ഷി അവിടെ രാമനോടും ലക്ഷ്മണനോടും പറയുന്നു, സീത സംരക്ഷണത്തിന് ഞാൻ നിങ്ങളില്ലാത്തപ്പോഴുണ്ടാകുമെന്നൊക്കെ പറയുന്നു. പിന്നീട് അവിടെ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ശൂർപ്പണഖ അവിടെ എത്തിച്ചേരുന്നത്. ശൂർപ്പണഖ എത്തിച്ചേരുമ്പോൾ സൗന്ദര്യത്തില് രാമചന്ദ്രനെയും അതോടൊപ്പം ലക്ഷ്മണനെയും കാണുന്നു. രാമനെ തൻ്റെ ഭർത്താവാക്കാനായിട്ട് ശൂർപ്പണഖ ശ്രമിക്കുന്നതും ധ്യാത്മരാമായണത്തിൽ നമുക്കറിയാം കഥകളൊക്കെ. അങ്ങനെ ശ്രമിക്കുന്ന സന്ദർഭത്തില് ആ ശൂർപ്പണഖയെ ലക്ഷ്മണൻ ആ നാസികയും കാതും വെട്ടിയെന്നാണ് രാമായണത്തിൽ നമ്മൾ പറഞ്ഞ വാക്കുകളല്ല. കാരണം ധർമ്മമാണ്. ധർമ്മത്തിനെതിരായിട്ട് ഇവരാരും പ്രവർത്തിക്കില്ല. പലപ്പോഴും അത് നമ്മൾ തെറ്റിദ്ധാരണയുണ്ട്. ചെവിയും മൂക്കുമാണ് ശൂർപ്പണഖയുടെ മുറിക്കപ്പെട്ടതെന്നാണ്. അത് മുറിച്ച സ്ഥലമാണ് നാസിക് എന്നൊക്കെ പിന്നീട് ആചാര്യന്മാർ പ്രഭാഷണത്തിൽ പറയാറുണ്ട്. ഏതായാലും അങ്ങനെ ആ നാസികാഛേദം ഒക്കെ സംഭവിക്കുന്നതും, പിന്നീട് ജനസ്ഥാനത്തുള്ള ഖരദൂഷണ തൃശിരാക്കളോട് ചെന്ന് തൻ്റെ അവസ്ഥയെ പറയുന്നു. അവരാദ്യം 14 പേരെ കൂട്ടിനയക്കുന്നതും ആ 14 പേരെ രാമൻ നിഗ്രഹിക്കുന്നതും, പിന്നീട് അവിടെ വീണ്ടും ശൂർപ്പണഖ ചെന്ന് 14,000 പടയോടുകൂടി ഖരദൂഷണ തൃശിരാക്കള് രാമനോടായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതും, ആ സന്ദർഭത്തിൽ രാമൻ നിർദ്ദേശത്തെ തുടർന്ന് സീതയും അതോടൊപ്പം തന്നെ ലക്ഷ്മണനും ഗുഹയില് അഭയം പ്രാപിക്കുന്നതും, രാമൻ ഒറ്റയ്ക്ക് ആ 14,000 പടയെ നേരിടുന്നതും, അവിടെ ആ ഖരനെ നിഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ആ ഋഷിവര്യന്മാരുടെ ആ ഒരു പേടി സ്വപ്നത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതുമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ഖരനിഗ്രഹത്തിലിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ ആ ഖരനിഗ്രഹം കൂടി പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ഇന്ന് സാധ്യമായി. അത് ആകസ്മികമായിട്ട് സംഭവിച്ചതുമാണെന്ന് 2 തവണ പറഞ്ഞു. സാക്ഷാൽ രാമചന്ദ്രൻ തന്നെ അത് ഓർമ്മിപ്പിച്ചതാണ്. അങ്ങനെ ഇവിടത്തെ ആ ശ്രീലകത്തെ പ്രതിഷ്ഠ അത് തന്നെയാണെന്ന് വീണ്ടും നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളുടെ മുമ്പിലേക്ക് ആ ഭഗവാൻ അതൊരു ലക്ഷണമായിട്ട് തന്നെ കാണിച്ചു തന്നു. അങ്ങനെയുള്ള ഖരനിഗ്രഹമാണ് നമ്മൾ ഇന്ന് കേട്ടത്. നാളെ അവിടെ അകമ്പനൻ എന്നറിയപ്പെടുന്ന ഒരു ഭൃത്യനാണ് രക്ഷപ്പെട്ട് ഈ 14,000 പേരിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹമാണ് ചെന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ രാവണനോട് ലങ്കയിൽ ചെന്ന് പറയുന്നത്. പിന്നീടാണ് ശൂർപ്പണഖ വന്ന് ശൂർപ്പണഖ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. സീതയെ കണ്ടു, നല്ല സുന്ദരിയാണ്, ഈ സീതയെ അങ്ങയുടെ പത്നിയാക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് അതിന് ശ്രമിച്ചതെന്നൊക്കെ പറയും. മാത്രമല്ല ഈ ശൂർപ്പണഖയ്ക്ക് മറ്റൊരു വിരോധം രാവണനോടുണ്ട്. ശൂർപ്പണഖയുടെ ഭർത്താവായ വിദ്യുജ്ജിഹയെ വളരെ ആകസ്മികമായിട്ട്, ബോധപൂർവം അല്ലെങ്കിൽ പോലും ഒരു കയ്യബദ്ധം എന്നുള്ള രീതിയിൽ രാവണൻ തന്നെയാണ് തൻ്റെ സഹോദരി ഭർത്താവിനെ വധിച്ചത്. വിദ്യുജ്ജിഹ എന്നറിയപ്പെടുന്ന ഒരാളെ. ഇതൊക്കെ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെ വിസ്തരിച്ച് കഥകളൊക്കെ നമുക്ക് കേൾക്കാനും അത് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ നാളെ മുതൽ അങ്ങനെയുള്ള ആ ഭാഗങ്ങളൊക്കെയാണ് പാരായണം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും നാളത്തെ ദിനം ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി 6 മണിക്ക് ആരംഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ച് 4ാമത്തെ ദിനം ഭംഗിയാക്കി എടുക്കാൻ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം യജ്ഞവേദിയിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇനി 6 ദിവസങ്ങളാണ് യജ്ഞത്തെ സംബന്ധിച്ച് നമുക്കുള്ളത്. യജ്ഞത്തിൽ നമുക്ക് സമർപ്പണങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കാം. മധ്യാഹ്നത്തിൽ അഭിഷേകാദി ചടങ്ങുകളുണ്ട്, അർച്ചനകളും അതോടൊപ്പം സമർപ്പിക്കാൻ എന്തും ആഗ്രഹിക്കുന്ന പുഷ്പങ്ങൾ ധാരാളം നമുക്ക് സമർപ്പിക്കാം. നാളെ ഉച്ച കഴിഞ്ഞ് മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ വെറ്റില സമർപ്പണത്തിനൊക്കെ പ്രാധാന്യം, ഹനുമാന്റെ പ്രാധാന്യത്തെ പറയുന്ന സുന്ദരകാന്ഡമൊക്കെ പിന്നീട് നമ്മൾ പാരായണം ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ ഹനുമാന പ്രീതികരമായ കാര്യങ്ങളൊക്കെ നമുക്ക് യജ്ഞവേദിയിൽ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. പാരായണം നടക്കുമ്പോൾ, ഗ്രന്ഥപാരായണം നടക്കുമ്പോൾ അക്ഷരരൂപത്തിൽ അവരൊക്കെ സാന്നിധ്യപ്പെട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ യജ്ഞത്തിന്റെ പ്രാധാന്യം അതാണ്. ഈ വർഷത്തെ യജ്ഞത്തിന്റെ ആ വലിയ പ്രാർത്ഥന, നമ്മളുടെ പുനരുദ്ധാരണം അത് ഭംഗിയാക്കി തീരാൻ
ഈ മൂന്നാമത് ദിനത്തെ ചടങ്ങുകൾ ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുവാൻ ആ ശ്രീരാമ സ്വാമി തന്നെ അനുഗ്രഹിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്ന് ഇന്ന് ഞായറാഴ്ച ഒഴിവു ദിവസം ധാരാളം സജ്ജനങ്ങൾ വെളുപ്പിന് മുതൽ ഇവിടെ എത്തി രാമനെ ദർശിക്കാൻ. ആ എത്തിച്ചേർന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തന്മാർക്കും ഇന്ന് പാരായണം ചെയ്ത ആ രാമായണത്തിലെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്തിച്ചേർന്നവരെ എല്ലാം രാമന് തുല്യരായി